നമ്മളൊന്ന് ആലോചിക്കാൻ വേണ്ടി നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ ഈ വാക്കുകളിലും ആ സ്ക്രീനിലും കാണണം. ദിക്റിനെ കുറിച്ചും ദുആയെ കുറിച്ചും പറയുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ കഴിവുകളെ കുറിച്ച് ചെറുതായിട്ട് നമുക്ക് അറിയുന്ന കാര്യമാണോ എന്ന് നോക്കി ഞാനൊരു ചോദ്യം ചോദിക്കാം. അള്ളാഹുവിന്റെ ഏതാനും കഴിവുകൾ, അതിൽ ഒന്ന് ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം പറയും. ഇത് ഞാൻ മാത്രം പറയല്ല, ഈ ഇതുവരെ അങ്ങനെയായിരുന്നു, ഇവിടെയുള്ള ആളുകൾ അങ്ങോട്ട് പറയായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ടും കൂടെ പറഞ്ഞിട്ടാണ് പ്രവൃത്തി നിയ്യത്തനുസരിച്ചാണ്. എന്റെ കർമ്മം ഞാൻ എന്താണ് ഉദ്ദേശിച്ചത്, ഇപ്പൊ ഞാൻ ഇവിടെ വന്നത് നിങ്ങളുടെ മുമ്പിൽ ഭയങ്കര ആളാണ് എന്നാണ് ഞാൻ കരുതിയിട്ടുള്ളത് വന്നതെങ്കിൽ എന്റെ നിയ്യത്ത് റോങ്ങാണ്. നിയ്യത്തുണ്ട്, അതേ സമയത്ത് അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ച് നിങ്ങൾ പോലുള്ള ആളുകൾക്ക് നമുക്കൊക്കെ ഉപകാരപ്പെടുന്ന ചില വർത്തമാനങ്ങൾ പറയാം. അള്ളാഹുവിന്റെ പ്രീതി, നിയ്യത്ത് അതെവിടെയാ സ്ഥലം? അന്നിയ്യത്തു മഹല്ലുഹു അൽ ഖൽബ്. ഹൃദയത്തിലാണ് എന്റെ ഉദ്ദേശം, എന്റെ പ്രവൃത്തി. അഥവാ നിങ്ങളുടെ ഇവിടെ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം ഇനിയിപ്പോ ഏതായാലും റമദാനല്ലേ, ഇവിടെ വന്നിരുന്നല്ലേ പറ്റുള്ളൂ, വന്നിരിക്കുമ്പോൾ അവരെന്താ വിചാരിക്കുക, അതുകൊണ്ട് പോയി ഇട്ട് കൊടുക്കുക. ഇതാണ് നിങ്ങളുടെ നിയ്യത്തെങ്കിൽ വേറൊരു നിയ്യത്തുണ്ട്. ഈ റമദാനൊക്കെ അല്ലേ, നമുക്ക് കുറച്ചുകൂടെ എന്തെങ്കിലും മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ചില വർത്തമാനങ്ങളൊക്കെ പറയുന്നത് കേട്ടുകൊടുക്കല്ലേ, ജീവിതത്തിൽ ഉപകാരപ്പെട്ടാലോ, അത് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ചില പ്രവൃത്തികളായാലോ. അവരുടെ ഉദ്ദേശം മനസ്സിലായില്ലേ? രണ്ടാമതൊരു ഉദ്ദേശം, ഒന്നുകിൽ ഞാൻ വലിയ ആളാകാൻ വേണ്ടി, അല്ലെങ്കിൽ ആളുകളെ കാണിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചു. ഈ രണ്ടാമതൊരു ഉദ്ദേശത്തിലാണ് കർമ്മങ്ങൾ ചെയ്യാൻ മനുഷ്യന്മാർ. അപ്പോ അള്ളാഹുവിന്റെ കഴിവിനെ കുറിച്ചാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇവിടെ അള്ളാഹുവിന്റെ കഴിവെന്താ? ഞാനും നിങ്ങളും ഇവിടെ വന്നിരിക്കുന്നത് എന്ത് ഉദ്ദേശത്തിലാണ് എന്ന് തിരിച്ചറിയാൻ കഴിവുള്ളവൻ. ആർക്കും അറിയില്ല, തൊട്ടടുത്തിരിക്കുന്ന ആൾ പോലും അറിയില്ല നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്, എന്തിനു വേണ്ടി ഇവിടെ വന്നത്. എനിക്ക് എത്ര അടുത്തവളാണെങ്കിലും എന്റെ കൽബിലെന്ത് എന്ന് ഒന്നുകിൽ ഞാൻ പറയാതെ, ഞാൻ കാണിക്കാതെ ആർക്കും അറിയില്ല. ശരിയല്ലേ? ഇതറിയുന്നവനാണ് അള്ളാഹു. കോടാനുകോടി മനുഷ്യന്മാരുണ്ട്, 800 കോടി മനുഷ്യന്മാരുണ്ട്. അതിൽ 200 കോടി 4 മുസ്ലിങ്ങളാണ്. ഈ മുസ്ലിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ ഒരു 50 കോടി, കൃത്യമായി വ്യവസ്ഥാപിതമായി ഇബാദത്ത് ചെയ്യുന്നവർ 4 50 കോടി. ഈ ആളുകൾ ഇഖ്ലാസോടുകൂടി അല്ലാഹുവിനെ പ്രീതി ഉദ്ദേശിച്ചാണോ അല്ലേ? അവന് മാത്രം അറിയും. എനിക്കും അറിയും, അവനും അറിയും, നിങ്ങൾക്കും അറിയും, അള്ളാഹു അറിയും. അള്ളാഹുവിന്റെ കഴിവ് എത്ര വലുതാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഈ കോടാനുകോടി മനുഷ്യർ ഇന്ന് നോക്കി, ഇന്ന് നമ്മൾ എഴുന്നേറ്റതിന് ശേഷം ഇന്ന് ഉറങ്ങുന്നത് വരെ 100 പ്രവൃത്തികൾ ചെയ്യുന്നു വിചാരിക്കും. ഈ 100 പ്രവൃത്തികളിൽ എന്റെ ഉദ്ദേശം 100 ഉദ്ദേശമുണ്ട്. ഒന്നുകിൽ ഉമ്മാനെ കാണിക്കാൻ, ചെറിയ കുട്ടികളെ നിസ്കരിക്കുന്നത് ചായക്ക് വേണ്ടി നിസ്കാരം, വൈകുന്നേരം ചായ തരൂല, ചായ ഇല്ലെങ്കിൽ നിസ്കാരം ഇല്ലെങ്കിൽ ചായ ഇല്ല. അല്ലാഹു അക്ബർ, ചായ അക്ബർ, ചായക്ക് വേണ്ടി. നമ്മൾ ആലോചിക്കണം, ഞാൻ ഓരോ ഉദ്ദേശങ്ങൾ വെച്ച് പറയാം. നമ്മുടെ കുട്ടികളുടെ ഉദ്ദേശം ഒന്ന് പറഞ്ഞിട്ടുണ്ട്, നോമ്പ് നോറ്റാലും 30 നോമ്പ് നോറ്റാലും നിനക്ക് സൈക്കിൾ വാങ്ങിച്ചു തരാം. 5 വയസ്സുകാരൻ, അവന്റെ ഉദ്ദേശം സൈക്കിളാണ്. എന്റെ ഉദ്ദേശം ആളുകളെ കാണിക്കലാണ്, ചായ കെട്ടലാണ് എനിക്ക് നിസ്കാരത്തിന് മാനദണ്ഡം. നമ്മളുടെ ഉദ്ദേശം എന്ത് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന അള്ളാഹു, ഞാൻ ദിക്റും ദുആയും പറയാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് ഇത് നിങ്ങളുടെ മൈൻഡിൽ വേണം. നിങ്ങളുടെയും എന്റെയും കർമ്മങ്ങൾ ഞാൻ ജനിച്ചത് മുതൽ അല്ലെങ്കിൽ പക്വത എത്തിയത് മുതൽ മരിക്കുന്നത് വരെ 10, 75, 60, 40, 40 ആണ് എൻ്റെ ആയുസ്സെങ്കിൽ അതുവരെ ചെയ്ത കർമ്മങ്ങളൊക്കെ അവയുടെ പിന്നിലുള്ള ഉദ്ദേശം തിരിച്ചറിയുന്നവൻ. അപ്പൊ തിരിച്ചറിയുന്നത് മാത്രമല്ല, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം എല്ലാ ഏഞ്ചലുകള്, മാലാഖമാര് ഇതൊക്കെ റെക്കോർഡ് ചെയ്യും അല്ലേ? എന്റെ ഉദ്ദേശം റെക്കോർഡ് ചെയ്യാൻ അവർക്ക് കഴിയില്ല. ഇത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. ഏഞ്ചലിന് പോലും, മലക്കുകൾക്ക് പോലും, മലായിക്കത്തുകൾക്ക് പോലും എന്റെ ഉദ്ദേശം എന്ത്, എന്റെ കർമ്മങ്ങളുടെ പിന്നിലുള്ള പ്രചോദനം എന്ത് എന്ന് ആർക്കും അറിയില്ല, എനിക്കും അള്ളാഹ്ക്കും അല്ലാതെ. അവരെഴുതുമോ ഇവ നിസ്കരിച്ചു, 4 റക്അത്ത് നിസ്കരിച്ചു ലോഹർ എന്ന് എഴുതും. അള്ളാഹ് വിചാരണക്ക് ഇങ്ങോട്ട് വിളിക്കുമ്പോ ഇതെന്ത് ഉദ്ദേശത്തിലാണ് നീ ചെയ്തത്? അള്ളാഹ് പറയും നീ ഉദ്ദേശിച്ചത്. ഒരു ഹദീസൊക്കെ കേട്ടിട്ടില്ലേ? ഒരാൾ വിചാരണക്ക് വിളിച്ചപ്പോ ഷഹീദായ ഒരാൾ വന്ന്
അവനോട് ചോദിച്ചിട്ട് എന്താ നീ എന്റെ മാർഗത്തിൽ ചെയ്തത്? അവൻ എന്താ പറഞ്ഞത്? ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ ജീവൻ തന്നില്ലേ നിനക്ക്? എന്റെ ഇസ്ലാമിക മാർഗത്തിൽ ഞാൻ അടരാടി പോരാടിയിട്ട് ഞാൻ ചെയ്തായില്ലേ? എന്റെ രക്തം നിനക്ക് തന്നില്ലേ? നിന്റെ മാർഗത്തിലല്ലേ ഞാൻ? അപ്പൊ അള്ളാഹ് പറഞ്ഞ് കദബ്ത, പച്ചക്കള്ളം. ആരോടാ പറയുന്നത്? ഷഹീദിനോട്. പച്ചക്കള്ളം ആരാ പറയുന്നത്? അള്ളാഹു. എന്റെ കള്ളം അവിടെ? എന്റെ കർമ്മത്തിൽ, എന്റെ മാർഗത്തിൽ എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്തു എന്നാണ് എന്റെ ചോദ്യം. നീ ഷഹാദത്ത് വരിച്ചത് വീരശൂര പരാക്രമി എന്ന് ജനങ്ങൾ നിന്നെ കുറിച്ച് പറയാൻ. ഞാൻ വലിയ പോരാട്ടക്കാരനാണ്, ഷഹീദാണ്, അല്ലെങ്കിൽ ഭയങ്കര ഇസ്ലാമിന് വേണ്ടി അടരാടിയ മനുഷ്യനാണ് എന്ന് എന്റെ മൈൻഡിലുള്ള ഉദ്ദേശം ആ വിചാരണ നാളിൽ അള്ളാഹു എടുത്ത് പ്രതടും. അവൻ പറയാണ് ഞാൻ ഷഹീദായിട്ടെന്ന്. അള്ളാഹ് പറയാം പച്ചക്കള്ളമാണ്, എനിക്ക് വേണ്ടിയിട്ടല്ല നീ ചെയ്തത്, നിനക്ക് വേണ്ടി നീ ചെയ്തില്ലേ? അതിന് നിനക്ക് നാട്ടിൽ മരിച്ചതിന് ശേഷം അവരൊക്കെ നിനക്ക് രക്തസാക്ഷി വണ്ണമുണ്ടാക്കിയതിന് ഓർത്തു, അനുസ്മരണ യോഗങ്ങൾ നടത്തിയിട്ട് ഇപ്പം വീരശൂര നീ എന്താ ഉദ്ദേശിച്ചത്? അത് കിട്ടി നിനക്ക്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? രണ്ടാമത്തെ ചോദ്യം, അള്ള 3 ഇൻസിഡന്റുകൾ അവിടെ ഉണ്ട്. 3 സംഭവങ്ങൾ വെച്ചിട്ടാണ് പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓരോ കർമ്മം എടുത്തിട്ട് ചോദിക്കുന്നു, നിനക്ക് ഞാൻ ഒരുപാട് ധനം തന്നില്ലേ? ഈ ധനം ഉപയോഗിച്ച് എന്റെ മാർഗത്തിൽ നീ എന്താ ചെയ്തത്? അള്ളാഹുവേ, ഞാൻ എത്ര പള്ളികൾക്ക് കൊടുത്തു, എത്ര മദ്രസകൾ കൊടുത്തു, AC ഉണ്ടാക്കാൻ കൊടുത്തു. പച്ചക്കള്ളം, എന്റെ പ്രീതി ഉദ്ദേശിച്ചല്ല നീ ചെയ്തത്. ജനങ്ങൾക്കിടയിൽ ഉദാരനാണ് എന്നറിയാൻ, ആളുകൾക്കിടയിൽ പേരുണ്ടാക്കാൻ നിന്റെ മനസ്സിലെ ആ സമയത്തെ ഉദ്ദേശം അതായിരുന്നു. ഇവിടെ നിനക്കില്ല, അവിടെ നിനക്ക് ശേഷം കിട്ടി. നീ അത് മൈക്ക് കെട്ടി പറഞ്ഞില്ലേ ആളുകളൊക്കെ ഇതിനെ കുറിച്ച്? ഭയങ്കര എത്രയാ ചെയ്തത് ഇവനൊക്കെ. ഇവിടെ കിട്ടിയില്ല, അവിടെ കിട്ടും. നീ അതല്ലേ ഉദ്ദേശിച്ചത്? എന്റെ ആ സമയത്തുള്ള മനസ്സിലുള്ള ഉദ്ദേശം പുറത്തെടുത്തിട്ടിട്ട് എപ്പോ മരിച്ചു കോടാനുകോടി വർഷങ്ങൾ കഴിഞ്ഞു സഹോദരങ്ങളെ. എന്നിട്ട് വിചാരണക്ക് വിളിക്കുമ്പോ അള്ളാഹ് ആ ഒരു കർമ്മത്തെ എന്റെ ജീവിതത്തിൽ ചെയ്ത മുഴുവൻ കർമ്മങ്ങളെയും എടുത്ത് അനലൈസ് ചെയ്യാണ്, ക്രിട്ടിസൈസ് ചെയ്യാണ്. നീ അവിടെ ചോദിച്ചത് അവിടെ കിട്ടി, ഇവിടെ നീ വിചാരിച്ചില്ലല്ലോ. എന്റെ പ്രീതിയാണ് ഉദ്ദേശിച്ചെങ്കിൽ ഞാൻ ഇവിടെ തരുമായിരുന്നല്ലോ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, എന്റെ പ്രവൃത്തിയുടെ, നിങ്ങളുടെ പ്രവൃത്തികളുടെ ചേതോ വികാരം എന്ത് എന്ന്, നാം ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മയുടെ, സുഹൃതങ്ങളുടെ, ഇബാദത്തുകളുടെ, അനുസ്മരണങ്ങളുടെ ഒക്കെ പിന്നിലുള്ള ഉദ്ദേശം എന്ത് എന്ന് കൃത്യമായി ഇവിടെ നമ്മൾ തീരുമാനിക്കണം. ഇല്ലെങ്കിൽ പോയി എല്ലാം ബാത്തിലായി, ഈ വെള്ളത്തിൽ വരച്ച വര പോലെയായി. ഒരു കർമ്മവും നമുക്ക് സ്വീകരിക്കപ്പെടില്ല. ഇവിടുന്ന് കിട്ടും, പക്ഷെ അവിടെ കിട്ടില്ല. അഥവാ ഇഖ്ലാസോട് കൂടിയില്ലാത്ത കർമ്മങ്ങൾ ആരെങ്കിലും കാണിക്കാൻ വേണ്ടി ചെയ്താൽ നിർത്തിക്കോളൂ സഹോദരങ്ങളെ. ഞാൻ എന്നോടാ പറയുന്നത്, നിങ്ങളോട് പറയണം, നിർത്തിക്കോളൂ. കാരണം ഒരു കാര്യമില്ല. ഇവിടെ മരിച്ച് മണ്ണടിയുന്നതോടുകൂടി അത് മുഴുവൻ ബാത്തിലായി, അവിടെ കിട്ടില്ല. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവന്റെ പ്രീതി ആഗ്രഹിച്ച് പരലോകത്ത് നന്മ കിട്ടണം, സ്വർഗം കിട്ടണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന ഉദ്ദേശത്തോടെ അല്ലാതെ ഒരു കർമ്മവും ഒരാളും ചെയ്യാൻ പാടില്ല. വിശ്വാസം മനസ്സിലായില്ലേ? ഇതെന്ത് ദിക്റുമായിട്ട് എന്ത് ബന്ധം നോക്കുക. രണ്ടാമത്തേത്, ഞാൻ അള്ളാഹുവിന്റെ ചില കഴിവുകളിൽ ഒരു 4 കഴിവുകൾ കുറിച്ചാണ്. അവരുടെ പ്രവൃത്തികൾ, ആ പ്രവൃത്തിയുടെ അനന്തരഫലങ്ങൾ. ഞാനിപ്പോ ഇവിടെ ഒരു പ്രഭാഷണം നടത്തുകയാണ്. ഈ പ്രവൃത്തിയുടെ അനന്തരഫലം ഇത് നിങ്ങൾ കേട്ടു. നിങ്ങളിൽ ആരെങ്കിലും ഈ വർത്തമാനം ഇവിടെ പറഞ്ഞ ഒരു കാര്യം എടുത്ത് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം എനിക്ക് കിട്ടും, നിങ്ങൾക്കും കിട്ടും. നിങ്ങൾ ഒരു നന്മയെ നന്മ ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ, പറഞ്ഞു കൊടുത്തവൻ നന്മ ചെയ്തവനെ പോലെ പ്രതിഫലമുണ്ട്. പ്രവാചകന്റെ ഹദീസാണ്. അപ്പോ ഞാൻ പ്രവർത്തിച്ചത് മാത്രമല്ല അന്ന് റെക്കോർഡ് ചെയ്യാം, പ്രവൃത്തിക്ക് ശേഷം അതിന്റെ അനന്തരഫലം എന്തൊക്കെയുണ്ടോ, എവിടെയൊക്കെ എത്തുന്നുവോ അതിന്റെ ഒക്കെ റെക്കോർഡിന്റെ നന്മകൾ എന്റെ റെക്കോർഡിൽ വരും. ആരൊക്കെ ഞാൻ ചെയ്തത് കണ്ട് അതനുകരിച്ച് നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരൊക്കെ ഞാൻ പറഞ്ഞത് കേട്ട് അതനുകരിച്ച് എവിടത്തേക്കെങ്കിലും അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ, എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെയൊക്കെ നന്മ എന്റെ അവർ പ്രവർത്തിച്ചതും അതിന്റെ പ്രതിഫലനങ്ങളും.
അതിന്റെ കാൽപ്പാടുകൾ എന്നാണ് അസർ എന്ന് പറഞ്ഞ അർത്ഥം. കാൽപ്പാടുകൾ. ഞാൻ ഇവിടെ ചെയ്തു വെച്ച കാര്യങ്ങൾ. നിങ്ങൾക്കൊരു നല്ല മകനുണ്ട്, നിങ്ങൾ അവനെ ദീനിയായി ഇസ്ലാമികമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ വളർത്തിയെന്ന് വിചാരിക്കും. ആ മകൻ ഈ ജീവിതാവസാനം വരെ ചെയ്ത നന്മകളുടെ ഒരു പ്രതിഫലം മാതാവ് എന്ന നിലക്ക് നിങ്ങളുടെ റെക്കോർഡിൽ ഉണ്ടാകും. ഇതൊക്കെ അള്ളാഹ് രേഖപ്പെടുത്തുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. അപ്പോ മലക്കുകൾ കണ്ടതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. മലക്കുകൾ അവിടെ റെക്കോർഡ് എഴുതും, പക്ഷേ അതിന്റെ ഫലങ്ങൾ, അനന്തരമായ ഫലങ്ങൾ, അതുണ്ടാക്കിയ നന്മകൾ എത്ര കാലം എത്ര ആളുകൾ തുടരുന്നുവോ അതിന്റെയൊക്കെ നന്മകളുടെ റെക്കോർഡ് നിങ്ങൾക്ക് വേണ്ടി എഴുതി വെക്കാൻ, പറയാൻ, അവരുടെ നന്മ പ്രതിഫലം തരാൻ അള്ളാഹുവിന് കഴിയും. അള്ളാഹുവിന്റെ കഴിവിനെ കുറിച്ചാണ് പറയുന്നത്. മൂന്നാമത്തെ ഞാൻ ചെറുത് മാത്രം എടുത്തിട്ടുള്ളൂ. കണ്ണുകളുടെ കട്ടുനോട്ടം അവനെ തിരിച്ചറിയും. കണ്ണുകളുടെ കട്ടുനോട്ടം അവൻ തിരിച്ചറിയും. ആര്? അല്ലാഹു. വേറെ ആരും കാണില്ല. അർദ്ധരാത്രി 12 മണിക്ക് എല്ലാവരും ഉറങ്ങിയിരിക്കുമ്പോൾ നമ്മൾ മൊബൈൽ എടുക്കുന്നു, എന്നിട്ട് അതിൽ ലാസ്റ്റ് സീൻ ഓഫ് ആക്കുന്നു. ആരും കാണരുത്, ഞാനിപ്പോ ഓൺലൈനിലാണോ ഓഫ്ലൈനിലാണോ എന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താക്കും? പല ആളുകളും മൊബൈൽ കണ്ടിട്ടുകൾ ലാസ്റ്റ് സീൻ ഓഫ് ആക്കും, അഥവാ ഓൺലൈനിലാണെന്ന് കാണാൻ പാടില്ല. എന്തേ? അയാൾക്ക് എന്തോ മറച്ചു വെക്കാനുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ എന്തിനാ ഓൺലൈനിലാണ് കാണുന്നതിന് പ്രശ്നം എന്താ? ആണ് സ്ട്രേറ്റ് ഫോർവേഡ് ആണെങ്കിൽ, സത്യസന്ധനാണെങ്കിൽ എന്തിനാ ഓൺലൈൻ എന്നത് ഓഫാക്കി വെക്കുന്നത്? ഇപ്പത്തെ യുവാക്കളും യുവതികളിലും അധിക ആളുകളുടെയും ഓൺലൈൻ എന്നത് കാണാൻ കഴിയില്ല. ഓൺലൈൻ കാണാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ വേറെ ചില ടെക്നിക്കുകൾ ഉണ്ട് അത്രേ. അപ്പൊ ഓൺലൈനിലാണോ എന്നത് അറിയില്ല. ഞാൻ യുവതികളോടും യുവാക്കളോടും സ്ത്രീകളോടും കുട്ടികളോടും എന്നോടാണ് ഞാൻ പറയുന്നത്. എന്തിനാണ് ഇവിടെ ഒരു കള്ളത്തരം? അത് ആ സമയത്ത് ഞാനെടുത്ത് ഓണാക്കുന്നത് എന്റെ വാപ്പ കാണും, ഉമ്മ കാണും, ഭാര്യ കാണും, സഹോദരൻ കാണും എന്നതുകൊണ്ട് ഓഫാക്കാം. അവരറിയില്ല. അല്ലാഹു കട്ടുനോട്ടത്തെ ഓഫ്ലൈനാക്കി ഓൺലൈനിൽ നിന്നിട്ട് വർക്ക് ചെയ്യുന്നതിന് കാണാൻ കഴിവുള്ളവന്റെ കൃഷകാത്ത അവന്റെ കണ്ണ് അത് വല്ലാത്ത കഴിവുള്ള ശക്തിയുള്ളതാണ്. അറിയണം. ഇത് അള്ളാഹു ഇതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എത്ര കാലം ഓൺലൈനിലായിട്ട് ഓഫ്ലൈനിലായിട്ട് ഓൺലൈനിലാണെന്നൊക്കെ പറഞ്ഞിട്ട് നടന്നാലും ആളുകളുടെ മുമ്പിൽ നിങ്ങൾക്ക് അവരെ പറ്റിക്കാൻ കഴിയും. ഭാര്യയും ഭർത്താവിനെയും നിങ്ങൾക്ക് ഓഫ്ലൈനിലും ഓൺലൈനിലും പറ്റിക്കാൻ പറ്റും. അള്ളാഹിനെ പറ്റിക്കാൻ കഴിയില്ല സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ കഴിവിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഞാൻ ഒന്നുകൂടെ പറഞ്ഞിട്ട് അടുത്തേക്ക് പോവാം. വിഷയത്തിലേക്ക് കടന്നിട്ടില്ല അപ്പോഴും കേട്ടോ. ലോകത്ത് എത്ര കോടി മരങ്ങളുണ്ട് നമ്മുടെ പരിസരത്ത്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിന്റെ പരിസരത്ത് നൂറുകണക്കിന് മരങ്ങൾ. ഓരോ വീടുകളിലും തോട്ടങ്ങളിലും അനേകായിരം മരങ്ങൾ. കേരളത്തിൽ കോടാനുകോടി മരങ്ങൾ. ഇന്ത്യയിൽ ലോകത്ത് മൊത്തം മരങ്ങൾ എടുത്തു നോക്കൂ. അതിൽ നിന്ന് ഒരു ഇല പൊഴിയുന്നത് നാഥൻ അറിയും. ഇത്ര മരങ്ങൾക്കിടയിൽ ഒരു ഇല പൊഴിയുന്നത് എന്റെ സൃഷ്ടിനാഥൻ അറിയുമെന്നോ? അവന്റെ കഴിവിനെ കുറിച്ച് ആലോചിച്ചോ? എനിക്ക് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ് സഹോദരങ്ങളെ. ഞാൻ എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചതാണിത്. എനിക്ക് അന്തം കിട്ടുന്നില്ല. എങ്ങനെ ഇത് അള്ളാഹുവിന് ഇത്രയധികം മരങ്ങളുള്ള, ആ മരങ്ങളിൽ എപ്പോഴോ പൊഴിഞ്ഞുപോയ ഒരു ഇലയെ അവൻ അറിയുന്നു മാത്രമല്ല അത് എഴുതി വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അള്ളാഹു എത്ര വിശുദ്ധനും പരിശുദ്ധനുമാണ്. ഇത്ര കഴിവുള്ളവൻ, ഇത്രമാത്രം സൃഷ്ടികളെ കുറിച്ച് അഗാധമായ ജ്ഞാനമുള്ളവൻ, അവന്റെ കണ്ണുനോട്ടത്തെ, അവന്റെ ചിന്തയെ, അവന്റെ മനോവ്യാപാരങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നവൻ. ഇങ്ങനെയുള്ള അള്ളാഹുവിനെ കുറിച്ചാണ് നമ്മൾ ചില ദിക്റുകളെ കുറിച്ച് പറയാൻ പോകുന്നത്. ഈ ആമുഖം നിങ്ങളുടെ മനസ്സിൽ വെക്കുക. ഇങ്ങനെയുള്ളവനാണ് അള്ളാഹു എങ്കിൽ നമ്മളുടെ വിഷയമായിട്ട് എന്ത് ബന്ധം? നമുക്കത് പറഞ്ഞു നോക്കാം. ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത, നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമെങ്കിൽ ആലോചിച്ച് നോക്കൂ. ഈ പറഞ്ഞതിനൊക്കെ എങ്ങനെയാണ് അള്ളാഹു ഇത്ര സൂക്ഷ്മമായി, ഇത്ര രഹസ്യ സ്വഭാവത്തിൽ നമ്മൾ ആരും കാണില്ലെന്ന് വിചാരിച്ച് ചെയ്ത കർമ്മങ്ങളെ അത് അനേകായിരം വർഷങ്ങൾ കഴിഞ്ഞ് മരിച്ചതിന് ശേഷം വിചാരണ നാളിൽ അതൊക്കെ എടുത്ത് പുറത്തിടുകയും അതിന്റെ പേരിൽ സ്വർഗം കൊടുക്കണോ നരകം കൊടുക്കണോ എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നവന്റെ വല്ലാത്ത കഴിവ്.
ഇത് ആലോചിച്ച് നോക്കൂ സ്വാമി. ആലോചിച്ചാൽ അന്തം കിട്ടില്ല, ഭ്രാന്തായി പോകുന്ന ഞാൻ പറയാം. ഇത്ര വലിയ ഞാനിത് ഏതാനും ചില ഉദാഹരണങ്ങൾ പറഞ്ഞു കേട്ടോ. ഇങ്ങനെ നൂറുകണക്കിന് അല്ലാഹുവിന്റെ കഴിവുകളെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയും. ഞാന് ദിക്റിനെ കുറിച്ചും ദുആനെ കുറിച്ചാ പറയാനുള്ളത്. ദിക്റില് ആദ്യം ദിക്റിനെ കുറിച്ച് പറയാം. ദിക്ർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ദൈവസ്മരണ. ഒരു സംഭവം പറയാം. ഇമാം അബൂ ഹനീഫ, ഒരു മനുഷ്യൻ, ഇമാം അബൂ ഹനീഫ ഒരു മനുഷ്യൻ ദീർഘമായ സഞ്ചാരത്തിൽ രാത്രിയായപ്പോൾ തളർന്നവശനായി ഒരു പള്ളിയിൽ അഭയം തേടി. അവിടെ പള്ളിയിൽ രാത്രിയായി, പള്ളിയൊക്കെ ഇശാക്ക് നമസ്കരിച്ച് പള്ളിയൊക്കെ പൂട്ടി പോകാൻ പോകുന്ന സമയം ഒരാൾ അപരിചിതനായ ആ മനുഷ്യൻ പള്ളിയിലേക്ക് കയറി വരുന്നു. ഇന്ന് ഞാനൊരു പരദേശിയാണ്, എനിക്കിവിടെ ആരും ബന്ധുക്കളൊന്നുമില്ല, ഒരു ദിവസം എനിക്കിവിടെ തങ്ങണം, ഇന്ന് രാത്രി പറ്റില്ല, ഇത് പള്ളിയാണ്, പള്ളി പൂട്ടലാണ് എൻ്റെ പണി. മോദി പറഞ്ഞു, ഇവിടെ ഈ സമയത്ത് അസമയത്ത് ആരെയും ഇതിൽ കടത്താൻ അനുവദിക്കില്ല. ഇയാൾ കെഞ്ചി, പ്ലീസ്, ഞാൻ വേറെ അവിടെ ഇല്ലാത്തത് കൊണ്ടാണ്, ഞാനിത് ഈ തിണ്ണയിൽ കിടന്നോളാം, നീ വാതിലൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്നിട്ടാൽ മതി. പറ്റില്ല, എന്റെ ജോലി എന്താ, എനിക്ക് ശമ്പളം തരുന്നത് പള്ളി നോക്കാനുണ്ട്, പള്ളിയിൽ ആരെങ്കിലും വന്നിട്ട് കയറി കിടക്കാൻ പറ്റില്ല, എനിക്കാ ബാധിക്കാം, പ്ലീസ് ഒന്ന്. ഈ തണുത്തുറഞ്ഞ രാത്രിയിൽ ഞാൻ പുറത്ത് കിടന്നാൽ, നിലത്ത് കിടന്നാൽ ഞാൻ മരവിച്ചു വരിച്ചു പോകും. തണുത്തുറഞ്ഞ രാത്രി, -ഡിഗ്രി ഒക്കെ ഉണ്ട്. സമ്മതിച്ചില്ല. ക്രൂരനായ മനുഷ്യനെന്ന് തോന്നുമാറ് അയാള് സമ്മതിച്ചില്ല. ഇത് ദൂരെ നിന്ന് ഇത് കണ്ട ഒരു മനുഷ്യൻ ഇദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുപോയി. വരും, വീട്ടിലേക്ക് വരും. ദൂരെ നിന്ന് കണ്ടതാണ്. എന്താണെന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നതാണ്, ഇന്ന് പള്ളിയിൽ കിടക്കാൻ താമസം ചോദിച്ചപ്പോൾ ഇയാൾ പറ്റില്ല എന്നാ പറയുന്നത്. എന്താ ചെയ്യുക, സാരല്ല, നിങ്ങൾ വരിയും എന്നിട്ട് മുപ്പരെ കൊടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ടുപോയി അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തു. ആതിഥ്യമര്യാദയുടെ നിശ്ചലമായ മാതൃക കാണിച്ചു. അദ്ദേഹം ഇതിനിടക്ക് ഇയാൾ ഇടക്കിടക്ക് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ആര്? വീട്ടുകാരൻ, പരദേശി അഥവാ ഈ വന്ന ആള് ഇങ്ങനെ ഇയാളെ ശ്രദ്ധിച്ചു. ഇതെന്തത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കാം. ഇദ്ദേഹം കുറേ കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എന്താ നിങ്ങൾ ഇങ്ങനെ അസ്തഫുള്ള? പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് പോകാൻ നേരത്താണ് ചോദിച്ചു. ഇടക്കിടക്ക് രാത്രി ഉറങ്ങോളം പുലർച്ചെ എഴുന്നേറ്റതിന് ശേഷവും ഇദ്ദേഹത്തിന് ഇത് പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ വാക്കുകൊണ്ട്, ഇസ്തിഗ്ഫാർ എന്ന വാക്കുകൊണ്ട് ഈ ജീവിതത്തിൽ നേടാത്തതൊന്നുമില്ല. ഞാൻ എപ്പോഴും എൻ്റെ നാവിൽ അല്ലാഹുവിന്റെ ദിക്റുകൾ, അത് അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള വാക്കുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. പണി ഇല്ലാത്തപ്പോഴും പണിയുള്ളപ്പോഴും പണിക്കിടയ്ക്കും ഞാൻ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കും. അത്ര വലിയ തെമ്മാടിയാ ഞാൻ. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ എൻ്റെ പാപം നാഥ പൊറുക്കണേന്നാണല്ലോ. ഇത്ര വലിയ തോന്നിയാസിയാണോ താൻ? അതായതുകൊണ്ടല്ല സഹോദര, ഇത് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ആഗ്രഹിച്ചത് മുഴുവൻ നേടിയതിന്റെ ഒരേ ഒരു ക്രെഡിറ്റ് ഈ വാക്കിനാണ്. അദ്ദേഹം അത്ഭുതപ്പെട്ടു. അങ്ങനെയോ? അതെ, പക്ഷേ ഒരേ ഒരാഗ്രഹം ഇതുവരെ എനിക്ക് നടന്നിട്ടില്ല. എന്തേ? ഞാൻ വല്ലാതെ സ്നേഹിക്കുന്ന, ഈ കാലത്തെ ഇസ്ലാമിക സമൂഹത്തിന് നേതൃത്വം കൊടുത്ത ഇമാമായ 4 മദ്ഹബി ഇമാമമാരിൽ അഗ്രഗണ്യനായ, ഏറ്റവും മുമ്പേ നടക്കുന്ന, ലോകത്ത് ഒരുപാട് അനുയായികളുള്ള ഇമാം അബൂ ഹനീഫയെ കാണാൻ ഞാൻ വല്ലാതെ കൊതിച്ചു. ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു അസ്തഗ്ഫിറുല്ലാഹ്. ബാക്കി എല്ലാ ആഗ്രഹങ്ങളും നാഥൻ നടത്തി തന്നു. ഈ ഒന്നൊഴികെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, ഞാനാണ് ഇമാം അബൂ ഹനീഫ. ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ നേടാൻ കഴിയാത്തതൊന്നുമില്ലെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന അല്ലാഹു എന്ന ആ മഹാനെ കുറിച്ച്, അവനോട് കരുണയോടെ, അവനോട് നിങ്ങൾ പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലിയാൽ നിങ്ങൾക്ക് നേടാൻ കഴിയും എന്നതിന്റെ അബൂ ഹനീഫയുടെ ജീവിതത്തിലെ ചേതോഹരമായ ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിലേക്ക് ഇവരെ പോലെയുള്ള മഹാരഥന്മാർ ചെയ്തു കൂട്ടിയ നന്മകളുടെ ഒരു അംശമെങ്കിലും കടന്നു ചെല്ലാനാണ് ഞാൻ ഈ കഥ എന്നോടും നിങ്ങളോടും പറഞ്ഞത്. ദിക്ർ എന്ന് പറഞ്ഞാൽ, നമ്മൾ ദിക്റിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. എത്ര തരം ദിക്റുണ്ട് പറഞ്ഞു നോക്കി, നിങ്ങൾ പറയും. എത്ര ദിക്ർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ കാറ്റഗറികളുണ്ട്? ആരെങ്കിലും ഒരാൾ പറയും. ദിക്ർ എന്ന് പറഞ്ഞാൽ 3 ടൈപ്പാണ്. തെറ്റിപ്പോകുക എന്നുള്ള പേടിയിലാണ്, നിങ്ങൾക്കൊക്കെ അറിയാം. 3 തരമാണ് അത്ര ദിക്ർ. ഒന്ന്,
ഏതൊക്കെയാണ് അതിൽ? ഒന്ന്, ഹൃദയം കൊണ്ട്, കൽബ് കൊണ്ട് ഓർക്കുക, സ്മരണ. ദിക്ർ എന്ന് പറഞ്ഞാൽ എന്റെ ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, നിങ്ങളുടെ മനസ്സിൽ ആ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച്, അവന്റെ വലുപ്പത്തെക്കുറിച്ച്, അവന്റെ മഹത്വത്തെക്കുറിച്ച്, അവന്റെ കഴിവുകളെ കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ചുള്ള ഓർമ്മ. ഇതാണ് ദിക്റിന്റെ ഒരെണ്ണം. ഹൃദയം കൊണ്ടാണ്, കൽബ് കൊണ്ടാണത്. രണ്ടാമത്തേത്, ഞാനും നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നാവ് കൊണ്ട്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ അസ്തഗ്ഫിറുല്ലാഹ് മാഷാ അല്ലാഹ് തബാറകല്ലാഹ് ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ. ഇത് മാത്രമൊന്നുമല്ല, എന്തൊക്കെ അവനെ കുറിച്ച് ഈ പറയുന്ന ദിക്റാണ്. അള്ളാഹുവിന്റെ സന്നിധാനം, അവന്റെ ആ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് അവനെ കുറിച്ച് വാതോരാതെ പറയുന്നത് ഈ നാവ് കൊണ്ട് ചെയ്യുന്ന ദിക്റാണ്. രണ്ടാമത്തെ ദിക്ർ. മൂന്നാമത്തെ ദിക്ർ പറയും. മൂന്നാമത്തെ ദിക്ർ എന്റെ കർമ്മം കൊണ്ട്, നിങ്ങളുടെ കർമ്മം കൊണ്ട് ചെയ്യുന്നത് അനുഷ്ഠാനങ്ങൾ, ആരാധനകൾ, അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ പ്രവൃത്തികളെ ക്രമീകരിക്കുന്നത്. കാലുകൊണ്ട്, കണ്ണുകൊണ്ട്, കൈ കൊണ്ട്, ചെവി കൊണ്ട്, ഹൃദയം കൊണ്ട്. ഈ കർമ്മങ്ങൾ എന്ന് പറയും, ഹൃദയമല്ല. ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് ദിക്ർ എന്ന് പറയുക. 3 തരത്തിലുള്ള ദിക്റുണ്ട്. അത് ഏതൊക്കെയാണ്? മനസ്സാ വാചാ കർമ്മണ. മനസ്സുകൊണ്ടും വാചകം കൊണ്ടും കർമ്മം കൊണ്ടും 3 തരത്തിലുള്ള നിങ്ങൾക്ക് ദിക്ർ ചെയ്യാം. ഹൃദയം കൊണ്ട് ഓർക്കുക, നാവ് കൊണ്ട് പറയുക, കർമ്മം കൊണ്ട് അത് അവയവങ്ങൾ കൊണ്ട് അത് വെളിവാക്കിയിട്ട് കർമ്മമായിട്ട് ചെയ്യുക. 3 തരം ദിക്റുകൾ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിനോടുള്ള അടുപ്പം വർദ്ധിപ്പിക്കാനുള്ള 3 രീതികളെ കുറിച്ച്. ഇത് കേവലം കേട്ടുകഥകളുടെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് പോകാനുള്ളതല്ല സഹോദരങ്ങളെ. ഇതിലൂടെ കേട്ടിട്ട് ഇതിലൂടെ പോകാനുള്ളതും അല്ല. ഇതിലൂടെ കേട്ട് അങ്ങനെ ഹൃദയത്തിലേക്ക് പോയി എന്റെ നിങ്ങളുടെയും കർമ്മങ്ങളായി രൂപപ്പെടാതെ ഒരു ഫലവുമില്ല. കേട്ടിലെ പശുവാകും. അത് വെള്ളത്തിൽ വരച്ച വര പോലെയാണ് ഈ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുന്നത്. എങ്ങനെ? ഇതിലൂടെ കേട്ട് ഇതിലൂടെ വിട്ട് അങ്ങനെ ഊപ്പർ എന്തൊക്കെ പറയണേ, അങ്ങനെ എന്തൊക്കെ പറയണേ, ഇതൊക്കെ ഇപ്പൊ നമ്മൾ ചെയ്യാൻ നോക്കിയാലോ എന്ന ചിന്തയോടെ ഇരിക്കേണ്ട. എന്തെങ്കിലും ഉള്ളിലേക്ക് കടത്തിവിടാൻ ഞാൻ നിങ്ങൾ ശ്രമിക്കണം. നിങ്ങൾ എന്നെ ഓർക്കൂ, ഞാൻ നിങ്ങളെ ഓർക്കും. ആരാ പറയണേ? ഈ നിസ്സാരനായ കോടാനുകോടി മനുഷ്യരിൽ അല്ല, അനേകായിരം കോടാനുകോടി സൃഷ്ടിജാലങ്ങളിൽ 800 കോടി മനുഷ്യരിൽ 200 കോടി മുസ്ലിങ്ങളിൽ, അതിൽ തന്നെ ഒരു 50 കോടി സത്യശുദ്ധരായ വിശ്വാസികളിൽ മുഴുവനായ എന്നെ അല്ലാഹു എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിന്റെ അധിപൻ ഓർക്കുകയോ? സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ചിട്ടുള്ളത് എന്നെ കുറിച്ച് ഓർക്കുന്നു, നിങ്ങളെ കുറിച്ച് ഓർക്കുന്നു അല്ലാഹു. ഇത്ര നിസ്സാരനായ ഈ യൂണിവേഴ്സിന്റെ പ്രപഞ്ചത്തിന്റെ വലുപ്പം എത്രയാണ്? നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര വലുപ്പമാണ്. അത് പറയാൻ തന്നെ നമുക്ക് അശക്തനാണ്. അത്രമേൽ വലുപ്പമുള്ള ഈ പ്രപഞ്ചത്തിലെ ഭൂമി എന്ന് പറയുന്ന ചെറിയ ഗോളം, ആ ഭൂമിയിലെ ഇന്ത്യ എന്ന, ഏഷ്യ എന്ന ഒരു വൻകര, അതിൽ ഇന്ത്യ എന്ന മഹാരാജ്യം എന്ന് നമ്മൾ പറയുന്ന ഒരു നാട്, കേരളം എന്ന കൊച്ചു സംസ്ഥാനം, പാലക്കാട് ജില്ലയിലെ ആലത്തൂരിലെ പള്ളിപ്പറമ്പിലെ 10 സെന്റ് സ്ഥലത്തിന്റെ ഉടമ അബ്ദുറഹ്മാൻ, ഇവനെ കുറിച്ച് ഇതിന്റെയൊക്കെ ഉടമ ഓർക്കുകയോ? സുബ്ഹാനല്ലാഹ്. കഴിയുമോ? നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നു. നമുക്ക് ഓർക്ക് സഹോദരങ്ങളെ, എന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഓർക്ക് എന്ന് പറയാം. കഴിയുമോ നമുക്ക്? നമ്മുടെ ജീവിതത്തിൽ റമദാനിൽ നമ്മൾ ഓർക്കും, സ്വാഭാവികമായിട്ട് ഓർക്കേണ്ടി വരും. വിശക്കുമ്പോൾ ഓർക്കും, അല്ലാഹു ഇങ്ങനെയൊക്കെ ഒരു ആശ ഉണ്ടായി. അല്ല, ഓർമ്മ, നല്ല ഓർമ്മകൾ, ദുരന്തത്തിന്റെയോ ദുഃഖത്തിന്റെയോ ഓർമ്മകളെ കുറിച്ചല്ല പറയുന്നത്. അവൻ ചെയ്തു തന്ന എന്റെ ജീവിതത്തിലെ എന്റെ പിതാവ് ഒരു സമയത്ത് വിസർജിച്ച വിസർജ്യത്തിൽ ആയിരക്കണക്കിന് കുട്ടികൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിൽ ഞാൻ മാത്രം പുറത്തു വന്നത് അവന്റെ അപാരമായ അനുഗ്രഹം. ശരിയല്ലേ? ആയിരക്കണക്കിന് കുട്ടികൾ ഉണ്ടാകുന്ന ആ വിസർജ്യത്തിൽ നിന്ന് ഞാൻ മാത്രം എന്റെ ഉമ്മയുടെ അണ്ടത്തിലേക്ക് പോവുകയും പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യനായി വന്ന നിങ്ങളെ അല്ലാഹു ഓർക്കും.
സുബ്ഹാനല്ലാഹ്, അത്ര വലിയ അനുഗ്രഹമാണ്. ഓരോ അവയവങ്ങളെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. അത് അനുഗ്രഹം എന്ന വിഷയത്തിൽ പറയുമ്പോൾ നമുക്ക് പറയാം. പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഓർമ്മബോധം പോരാ, പറയണം. നിങ്ങൾ അവനെക്കുറിച്ച് വാഴ്ത്തണം. നിങ്ങൾ അവനെക്കുറിച്ച് വാതോരാതെ സംസാരിക്കണം. നിങ്ങളുടെ മക്കളോട് അള്ളാഹുവിന്റെ മഹത്വത്തെക്കുറിച്ച്, വലുപ്പത്തെക്കുറിച്ച്, അവൻ ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച്, നമുക്ക് നൽകിയ എല്ലാ നന്മകളെക്കുറിച്ചും നിങ്ങൾ പേർത്തും സംസാരിക്കണം. പറഞ്ഞുകൊണ്ടിരിക്കണം. എന്തിനെ? കിട്ടിയ നന്മയെ താങ്ക്സ് പറയാൻ പഠിപ്പിക്കുന്ന വല്ലാത്തൊരായത്താണ്. മറ്റൊരിടത്ത് ഇതാ കർമ്മം കൊണ്ട് ഓർക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ആദ്യം ദിക്ർ, നമ്മുടെ ഓർമ്മയെ കുറിച്ചാണ് പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയെ കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെ പറഞ്ഞത് നാവ് കൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹം വെളിവാക്കുന്നതിനെ കുറിച്ചാണ്. ഇവിടെ പറഞ്ഞത് കർമ്മം കൊണ്ട് അവനെ ശുക്ർ ചെയ്യുന്നതിനെ കുറിച്ചാണ്. 3 തരത്തിൽ മനസ്സ, വാച, കർമ്മണ. അവനുമായിട്ട് ദിക്റില്ലാത്ത ആളുകൾ, അവർക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം കിട്ടില്ല. അള്ളാഹു ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? എന്താ സാധനം? ഖുദ്സിയായ ഹദീസ് പറയണ്ട ടീച്ചറെ. 3 തരത്തിലാണ്. ഒന്ന് ഖുർആൻ, അള്ളാഹുവിന്റെ വാക്ക്, അള്ളാഹുവിന്റെ ആശയം. അള്ളാഹുവിന്റെ വാക്കായിട്ട് പ്രവാചകന് കൊടുത്തതാണ് ഖുർആൻ, പൂർണ്ണമായിട്ടും അള്ളാഹുവിന്റെ. ഹദീസ് എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ ആശയവും പ്രവാചകന്റെ വാക്കും. ഇതിനിടക്കാണ്, ഇൻ ബിറ്റ്വീൻ ആണ് അള്ളാഹുവിന്റെ ആശയം, പ്രവാചകന്റെ വാക്ക്. അള്ളാഹു പറഞ്ഞതായിട്ട് പ്രവാചകൻ പറയാം. യഖൂലുല്ലാഹു തആല എന്ന് പറയാം. അവിടെ ആ ഹദീസ് തുടങ്ങുമ്പോഴൊക്കെ യഖൂലുല്ലാഹു തആല, അള്ളാഹു പറഞ്ഞതായിട്ട് ആശയം അള്ളാഹുവിൻ്റെതാണ്, വാക്കുകൾ പ്രവാചകന്റേതാണ്. എന്നിട്ട് പറയാണ് ഞാനിതിന് അറബി മൂലം കുറച്ച് സമയം ലാഭിക്കാൻ വേണ്ടി ഒഴിവാക്കിയിട്ട് മലയാളം മാത്രം പറയാം. അടിമ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നുവോ അതാണ് ഞാൻ. അടിമ എന്നെ കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അതായിരിക്കും ഞാൻ. ഇപ്പൊ നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് അവൻ നല്ലവനാണ്, അവൻ എന്നെ ദുഃഖിപ്പിക്കില്ല, എനിക്ക് എന്തെങ്കിലും ദുഃഖങ്ങളും ദുരന്തങ്ങളും അസുഖങ്ങളും പ്രയാസങ്ങളും തന്നിട്ടുണ്ടെങ്കിൽ എന്റെ പരലോക നന്മയ്ക്ക് വേണ്ടിയാണ്. നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അതാണ് അവൻ. ഞാൻ പറഞ്ഞല്ല, നബി പറഞ്ഞ അള്ളാഹുവിന്റെ ആശയമാണ് പറഞ്ഞത്. അള്ളാഹു എന്നത് എനിക്ക് മാത്രം എന്റെ ഇങ്ങനെ ക്രൂരമായ പരീക്ഷണങ്ങൾ തരുന്നത്, എന്റെ മകൻ എന്റെ ഇത്ര നേരം അല്ലെങ്കിൽ ഇത്ര തവണകളായിട്ട് വിവാഹമോചനം ചെയ്യപ്പെടുന്നത്, എനിക്ക് വ്യാധി തന്നിട്ട് അവൻ എന്തിനാണ് എന്നെ പരീക്ഷിക്കുന്നത്, ഈ കൊടും ചൂടിൽ എന്തിനാണ് അവൻ റമദാൻ വെച്ചത്, പഴി പറഞ്ഞാണ് നിങ്ങൾ അവനെ ഓർക്കുന്നതെങ്കിൽ ഞാൻ അങ്ങനെയായിരിക്കും. അടിമ എന്നെ കുറിച്ച് എന്താണോ കരുതുന്നത് അതായിരിക്കും ഞാൻ. അവനെ കുറിച്ച് ബി പോസിറ്റീവ്, എപ്പോഴും നല്ലത് മാത്രം ഓർക്കണം. അവനെ കുറിച്ച് പഴി പറഞ്ഞ ഒരു നിമിഷം പോലും, അവനെ വെറുക്കുന്ന ഒരു പ്രവൃത്തി പോലും, ഒരു ചിന്ത പോലും, ഒരു വാക്ക് പോലും എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും വരാൻ പാടില്ല. എന്നെ കുറിച്ച് എന്താണോ അടിമ ആലോചിക്കുന്നത് അതായിരിക്കും ഞാൻ. ഇത് നോക്കിയേ, അവന്റെ മനസ്സിലോർത്താൽ ഞാനും അവനെ എന്റെ മനസ്സിലോർക്കും. സുബ്ഹാനല്ലാഹ്. ഞാൻ അള്ളാഹുവിനെ കുറിച്ച്, നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് ഓർത്താൽ നിങ്ങളെ കുറിച്ച് അള്ളാഹു മനസ്സിലോർക്കും. അവൻ വാക്കുകൊണ്ട് എന്നെ ഓർക്കുമ്പോഴൊക്കെ ഞാൻ അവനോടൊപ്പം ഉണ്ടാകും. എപ്പോഴൊക്കെ അവൻ എന്നെ ഓർത്തുകൊണ്ടേയിരിക്കുന്നുവെങ്കിൽ എന്റെ സന്നിധാനം അവനിൽ ഞാൻ എപ്പോഴൊക്കെ ഓർക്കുമ്പോഴൊക്കെ ഞാനും ഉണ്ടായിരിക്കും അവനോടൊപ്പം. എന്നിട്ട് പറയും, നോക്കിയേ, അവൻ എന്നെ ഒരു ആൾക്കൂട്ടത്തിൽ വെച്ച് ഓർത്താൽ ഞാൻ അവനെ അവരെക്കാൾ നല്ല ആൾക്കൂട്ടത്തിൽ വെച്ച് അവനെ കുറിച്ച് ഓർക്കും. ആളുകളടുത്ത് ഇതുപോലെ സംസാരിച്ച് അവനെ കുറിച്ച് ഓർക്കുമ്പോ
അള്ളാഹുവിന്റെ സന്നിധാനത്തിലുള്ള മലായിക്കത്തുകളോട് എന്നെ കുറിച്ച് പറയും എന്ന്. സുബ്ഹാനല്ലാഹ്, നിങ്ങളെ കുറിച്ച് പറയും എന്ന്. നിങ്ങൾ ഒരു സദസ്സിലിരുന്ന് വർത്തമാനം പറയുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള മധുരതരമായ സ്മരണകളും അവൻ ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ ഓർത്താൽ നിങ്ങളെ കുറിച്ച് സൃഷ്ടിനാഥൻ മലായിക്കത്തുകളോട് സംവദിക്കും. നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ അവൻ എന്നെ മനസ്സിലോർത്താൽ ഞാൻ മനസ്സിലോർക്കും, ആൾക്കൂട്ടത്തിൽ വെച്ചോർത്താൽ ആൾക്കൂട്ടത്തിൽ വെച്ചോർക്കും. അവരെക്കാൾ ഉത്തമരായ ആൾക്കൂട്ടർ, തിന്മ ചെയ്യാത്ത മാസൂമ്യങ്ങളായ മലായിക്കത്തുകളുടെ അടുത്ത് ഓർക്കും. എന്നിട്ടോ അവൻ എന്നിലേക്കൊരു ചാണെടുത്താൽ ഞാൻ അവനിലേക്കൊരു മുഴമെടുക്കും. അവൻ എന്നിലേക്കൊരു മുഴമെടുത്താൽ ഞാൻ അവനേക്കൊരു മാറെടുക്കും. ഒരു ചാണെടുത്താൽ ഒരു മുഴമെടുക്കും, ഒരു മുഴമെടുത്താൽ ഒരു മാറെടുക്കും. എന്താ പറഞ്ഞതിനർത്ഥം? നിങ്ങൾ എത്രമേൽ അല്ലാഹുവിനോട് ഇഷ്ടം കണ്ടിട്ട് അവനോട് അടുക്കാൻ വേണ്ടി ഒരു കർമ്മം ചെയ്യുന്നുവോ അതിനേക്കാൾ കൂടുതൽ പ്രതിഫലം നിങ്ങൾക്ക് നൽകി അവൻ നിങ്ങളോടടുക്കും. നിങ്ങൾ ഒരുപാട് കർമ്മങ്ങൾ കൊണ്ട് അല്ലാഹുവിനെ അടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ സുഹൃതങ്ങൾ, നന്മകൾ നിങ്ങൾക്ക് അനുഗ്രഹങ്ങളായിട്ട് അവൻ നിങ്ങളിലേക്ക് അടുക്കും. സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ അവൻ എന്നിലേക്ക് നടന്നെടുത്താൽ ഞാൻ അവനിലേക്ക് ഓടിയെടുക്കും. ആലോചിക്കണം സഹോദരങ്ങൾ, അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ഡെപ്തിൽ ആലോചിക്കണം. ഈ ഉപരിപ്ലവമായിട്ട് അള്ളയുണ്ട്, ഉപരില്ലെങ്കിൽ പിന്നെ ഇപ്പൊ എങ്ങനെയാ നമ്മളൊക്കെ എന്ന ആലോചനയല്ല. അള്ളാഹുവിനെ കുറിച്ച് ഇൻഡെപ്തിൽ, എന്റെ ഹൃദയത്തിൽ, എന്റെ മനസ്സിൽ, എന്റെ ചിന്തയിൽ, എന്റെ എല്ലാറ്റിലും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ മാത്രമേ നമ്മളിൽ ഉണ്ടാകാവൂ. എന്ത് ചെയ്യുമ്പോഴും അങ്ങനെയാണ്. നിങ്ങൾക്ക് ഇതിൽ നോക്കിയ 3 മനസ്സ വാച കർമ്മ ഇതിൽ പറയുന്നുണ്ട്. ആദ്യം പറഞ്ഞെന്താ? എന്നെ കുറിച്ച് അവൻ വിചാരിക്കുന്നതായിരിക്കും ഞാൻ. അവന്റെ മനസ്സിലോർത്താൽ ഞാൻ എന്റെ മനസ്സിലോർക്കും. അവൻ ആരോടെങ്കിലും എന്നെ കുറിച്ച് പറഞ്ഞാൽ അവരെക്കാൾ ഉത്തമരായ, നാവ് കൊണ്ട് ഓർക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അവൻ എന്നിലേക്ക് നടന്നെടുത്താൽ ഞാൻ അവനിലേക്ക് ഓടിയെടുക്കും. കർമ്മങ്ങൾ കൊണ്ട് ഓർക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. മനസ്സാ വാച കർമ്മണ, സൃഷ്ടിനാഥനായ തമ്പുരാനെ ഓർക്കാനുള്ള, ദിക്ർ ചെയ്യാനുള്ള അസുലഭമായ സന്ദർഭമാണ് റമദാൻ. റമദാൻ മാത്രമൊന്നല്ല, ഞാൻ സ്പെസിഫിക്കലി പറയുന്നുള്ളൂ, അതിന്റെ സന്ദർഭമായതുകൊണ്ട്. ഈ റമദാൻ നമുക്ക് അല്ലാഹുവിനെ മനസ്സാ വാച കർമ്മണ ഓർക്കാൻ കഴിയണം. റിയാ, ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഒരു ബാക്കിയാണ്. എന്താ അമലു സാലിഹും റിയാവും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ നേരത്തെ പറഞ്ഞു. അതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞത്, റിയാ എന്ന് പറയുന്നത്, അമലു സാലിഹ് എന്ന് പറയുന്നത് നിയ്യത്ത് അല്ലാഹുവിന് നന്മയാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ പ്രതിഫലം, അവന്റെ പ്രീതി, അവന്റെ തൃപ്തി, അവന്റെ സ്വർഗം. ഇതാണ് റിയാ ഇല്ലാത്ത ഇഖ്ലാസോട് കൂടിയുള്ള കർമ്മം ചെയ്യുന്ന മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാകുക. ശരിയല്ലേ? അല്ലാഹു എന്നത് മാത്രമേ എൻ്റെ കർമ്മത്തിൽ പ്രചോദനമാകൂ. ഇഖ്ലാസ് ആണ് എനിക്ക് അത് ആ സമയത്ത് ഉണ്ടാവുക. എന്നാൽ റിയാ എന്ന് പറയുന്നത് മനുഷ്യർക്ക് വേണ്ടിയാണ്. കപടമായ മുഖമാണ് കാണുന്നത്. ഈ മുഖമല്ല, കപടമായ മറ്റൊരു മുഖം അള്ളാഹുവിന് കൊടുക്കേണ്ട. റിയാ ശിർക്കാണെന്ന് കേട്ടിട്ടില്ല നിങ്ങൾ? അശ്ശിർക്കുൽ അസ്ഗർ എന്നാ പറയാ, ചെറിയ ഗോപ്യമായ ശിർക്കാണ് റിയാ. എന്തേ കാരണം? അള്ളാഹുവിന് കൊടുക്കേണ്ടുന്ന ഒരു കാര്യം സൃഷ്ടികൾക്ക് കൊടുത്തു. അള്ളാഹുവിന്റെ തൃപ്തിക്ക് പകരം മനുഷ്യരുടെ തൃപ്തി വരും. ഇത് നമ്മുടെ കർമ്മങ്ങളിൽ, നമ്മുടെ ദിക്റുകളിൽ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടുന്ന ഒരു സാധനമാണ്. നമ്മളെങ്ങാനും നമ്മുടെ കർമ്മം നേരത്തെ പറഞ്ഞതുപോലെ ആർക്കോ വേണ്ടി, കാണാൻ വേണ്ടി, എന്നെ കുറിച്ച് പറയാൻ വേണ്ടിയാണെങ്കിൽ ഒക്കെ പോയി. അഥവാ ഇഖ്ലാസ് ഇല്ലാത്ത ദിക്ർ വെറുതെ എന്ത് എടുത്താൻ പറയുന്നതിനെ കുറിച്ച് ആലോചിക്കും. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ മഹത്വം ആലോചിച്ച് താൻ പറയൂ. അൽഹംദുലില്ലാഹ്, കിട്ടിയ അനുഗ്രഹത്തിന് താങ്ക്സ് പറയൂ താൻ. അല്ലാഹു അക്ബർ, അവന്റെ വലുപ്പത്തിന് സ്തുതികീർത്തനം അർപ്പിക്കൂ താൻ. ആലോചിച്ച് പറയൂ. ഇതിങ്ങനെ എന്ത് നമ്മളൊക്കെ സുബ്ഹാനല്ലാഹ് ചെല്ലാറുണ്ട് നിസ്കാരത്തിന് ശേഷം, ഇല്ലേ? തസ്ബീഹോട് കൂടി, തസ്ബീഹ് ഇല്ലാതെ ഫിംഗറിലും ഒക്കെ ചെയ്യാറുണ്ട്. ആലോചിച്ച് ചെയ്യൂ സഹോദരങ്ങളെ. നിങ്ങൾക്ക് റിയാ വരാൻ പാടില്ല, ഇഖ്ലാസ് വരണം. ഇഖ്ലാസ് അല്ലാഹുവിൽ നിന്നുള്ളത് മാത്രം, അവനോട് മാത്രമാകണം. അല്ലെങ്കിൽ കിട്ടൂല നിങ്ങൾക്ക്. ഒന്ന് സൈലന്റായി. അല്ലാഹുവിനെ കൂടുതൽ സ്മരിക്കുന്നതിനെ കുറിച്ച് പ്രവാചകൻ ഒരു വാക്ക്,
പ്രവാചകനോട് ചോദ്യം ഒരാൾ ചോദിച്ചതാണ്, ജിഹാദ് ചെയ്യുന്ന അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവൻ ആര്, ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നവൻ ആര്? അജ്റ. അപ്പൊ നബി പറഞ്ഞു, അക്തറുഹും ലില്ലാഹി തആല ദിക്റ. ജിഹാദ് ചെയ്യുമ്പോൾ കൂടുതൽ അള്ളാഹുവിനെ ഓർത്തവനാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം. ജിഹാദ് വെട്ടാണ്, കൊല്ലാണ്, യുദ്ധത്തിലാണ്, ഫേസ് ടു ഫേസ് ആണ് ശത്രുക്കളുമായിട്ട്. പക്ഷെ അള്ളാഹുവിനെ ഓർത്ത് അവന്റെ മാർഗത്തിൽ റിയ ഇല്ലാതെ ഇഖ്ലാസോടുകൂടി അവന്റെ പ്രീതി ആഗ്രഹിച്ച് അവന്റെ തൃപ്തി നേടിയിട്ട് ഷഹാദത്ത് വരിച്ച് സ്വർഗം ആഗ്രഹിച്ച് പോകുന്നവൻ, ഇവനാണ് ഏറ്റവും കൂടുതൽ മുജാഹിദുകളിൽ ഏറ്റവും നല്ലവനും ഏറ്റവും കൂടുതൽ പ്രതിഫലം. ചോദ്യം ആവർത്തിക്കുന്നു, എങ്കിൽ നോമ്പുകാരിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ആർക്ക്? പ്രവാചകൻ ഉത്തരം ആവർത്തിക്കുന്നു, ഫഅക്തറുഹും ലില്ലാഹി തആല ദിക്റ. ഒരു സംശയവും വേണ്ട, അള്ളാഹുവിനെ നോമ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ ഓർക്കുന്നവൻ. നോമ്പൊക്കെ നോറ്റു, പക്ഷെ ഉണ്ടാക്കേണ്ടത് എന്താണെന്നാണ് ഇപ്പൊ നമ്മുടെ ആലോചന. ഉച്ചക്ക് രാത്രി വൈകുന്നേരം നോമ്പ് തുറക്കുമ്പോൾ എന്തുണ്ടാക്കണം എന്ന കൺഫ്യൂഷനാണ് നമുക്ക്. ഓർമ്മ മുഴുവൻ അവിടെയാണ്, ഫുഡിലാണ് ഓർമ്മ, അള്ളാഹുവിനെ കുറിച്ചല്ല ഓർമ്മ. പത്തിരി ഉണ്ടാക്കണോ, പൊറോട്ട ഉണ്ടാക്കണോ, ഇറച്ചി വേണോ, അത് ചിക്കൻ വേണോ, മട്ടൻ വേണോ, അതുപോലെ സമൂസ റൗണ്ടിൽ വേണോ, പൊരിച്ച്. അള്ളാഹുവിനെ ഓർക്കനെ കുറിച്ചാണ് ഈ റമദാൻ സഹോദരങ്ങളെ. നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തെ കുറിച്ചല്ല ആലോചിക്കേണ്ടത്. ആയിക്കോട്ടെ, അത് ആലോചിച്ചോളൂ. പക്ഷേ ഇതിൽ വല്ലാതെ കൺഫ്യൂഷൻ ആക്കി മനസ്സ് മുഴുവൻ ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അള്ളാഹുവിൽ ഏറ്റവും കൂടുതൽ നല്ല നോമ്പുകാരായിരിക്കാൻ കഴിയില്ല. എനിക്കും നിങ്ങൾക്കും നിങ്ങൾക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ ചെലവുള്ള മാസം ഏതാ? റമദാനാണോ അല്ലാത്തതാണോ? സത്യം പറയും. ഏറ്റവും കൂടുതൽ ചെലവുള്ള മാസം റമദാനാണോ അല്ല? എനിക്കങ്ങനെയല്ല എന്നാണ് പറയുന്നത്. ശരി, നല്ല കാര്യം. പലർക്കും, നമ്മൾ ഓരോരുത്തരും പറയണ്ട, പലർക്കും, ഈ മുസ്ലിം ഉമ്മത്തിലെ പലർക്കും റമദാനിലാണ് ഏറ്റവും കൂടുതൽ ചെലവ്. എന്തേ കാര്യം? നമ്മുടെ കോൺസെൻട്രേഷൻ അല്ലാഹുവല്ല പള്ളയായി മാറി എന്നതാണ് വിഷയം. നാവിന്റെ രുചിയായി മാറി എന്നതാണ് വിഷയം. ഭക്ഷണം കഴിക്കുന്ന മാസമാണ് റമദാൻ എന്നതാണ് നമ്മുടെ കൺസെപ്റ്റ്. ഭക്ഷണം ഒഴിവാക്കാൻ പറഞ്ഞ ഒരു നേരത്ത് അത് കുറയ്ക്കാൻ ആവശ്യപ്പെട്ട സമയത്ത് കൂട്ടാനാണ് നമ്മുടെ ആഗ്രഹം. എന്തേ കാര്യം? അക്തറുഹും ലില്ലാഹി തആല ദിക്റ നമ്മുടെ മനസ്സിൽ നിന്ന് പോയി. കൂടുതൽ ഓർക്കാൻ അല്ലാഹുവിനെ. അതിനുവേണ്ടിയല്ലേ നോമ്പ്. തഖ്വ ഉണ്ടാകാൻ എന്നാ പറയാ, തടി കൂടാൻ എന്നാണ് നമ്മൾ പറയാ. തടി കൂടാൻ റമദാനിൽ. സുബ്ഹാനല്ലാഹ്. നമ്മള് തലമറന്ന് എണ്ണ തേക്കാൻ പാടില്ല. തലമറന്ന് എണ്ണ തേക്കാൻ പാടില്ല. നോമ്പിനാണ്. അക്തറുഹും ലില്ലാഹി തആല ദിക്റ. അല്ലാഹുവിനെ കൂടുതൽ നോമ്പ് കാലത്ത് ഓർത്തവനാണ് കൂടുതൽ നല്ലവൻ, അവനാണ് കൂടുതൽ പ്രതിഫലം. പിന്നെയും ചോദിച്ചു 4 ചോദ്യങ്ങൾ. പിന്നെയും ഏറ്റവും നല്ല നമസ്കാരക്കാരനാരാ? അക്തറുഹും ലില്ലാഹി തആല ദിക്റ. ഏറ്റവും സക്കാത്ത് കൊടുക്കുന്നവനിൽ നല്ലവനാര്? ഒരു സംശയവും വേണ്ട, അള്ളാഹുവിനെ ഓർത്തിട്ട് അവന്റെ പ്രീതി ആഘോഷിച്ചിട്ട് പണം ദാനം ചെയ്യുന്നവൻ. ഹജ്ജിൽ ഏറ്റവും നല്ലവൻ അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ ഹജ്ജിൽ ഓർക്കുന്നവൻ. സദഖ നൽകുന്നവനിൽ കൂടുതൽ നല്ലവൻ അതിൽ അള്ളാഹുവിനെ ഓർമ്മ ബാക്കിയാക്കിയിട്ട് സദഖ നൽകുന്നവൻ. ഞാൻ ഈ പറഞ്ഞ കണ്ടന്റ് ആദ്യത്തത് മാത്രമാണ്. അക്തറുഹും ലില്ലാഹി തആല ദിക്റ. ഓർമ്മയ്ക്കാണ് പ്രതിഫലം. ഓർമ്മയ്ക്ക്, കർമ്മത്തിന് പോലുമല്ല, ഓർമ്മയ്ക്കാണ് പ്രതിഫലം. ഒരു ഹദീസില്ലേ, ഒരാൾ നല്ലത് വിചാരിച്ചു ചെയ്യാൻ, അയാൾക്ക് ചെയ്യാൻ പറ്റിയില്ല, പ്രതിഫലം കിട്ടുമല്ലേ? സംശയം വേണ്ട, ഓർത്തയുള്ളൂ. നിങ്ങൾ ആലോചിച്ചോളൂ സഹോദരങ്ങളെ. നിങ്ങൾ നല്ലത് ചെയ്യാൻ, എനിക്ക് 1 കോടി രൂപ ഉണ്ടായിരുന്നുവെങ്കിൽ ഇശാഅത്തുൽ ഇസ്ലാം ചാരിറ്റബിൾ സൊസൈറ്റിക്ക് എക്സലന്റ് മസ്ജിദാക്കാൻ ഞാൻ തീരുമാനിച്ചു, വിചാരിച്ചാൽ മതി, പ്രതിഫലം കിട്ടും. ഞാൻ പറഞ്ഞല്ല, എന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, നിങ്ങളുടെ പുണ്യപ്രവാചകൻ, നുണ പറയാത്ത പ്രവാചകന്മാർ, ഓർമ്മയ്ക്കാണ് പ്രതിഫലം. നിങ്ങളുടെ ഓർമ്മയ്ക്ക് മനസ്സിൽ കരുതിയാൽ മതി, ഉണ്ടെങ്കിൽ ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഞാൻ ഖത്തം തീർക്കാം. ഈ റമദാനിൽ എന്നെ കൊണ്ട് പറ്റാവുന്ന സൂറത്തുകൾ ഞാൻ ആശയം മനസ്സിലാക്കും, അർത്ഥം പഠിക്കും. ഞാൻ നല്ല പുസ്തകങ്ങളിൽ ഒന്നെങ്കിലും ഈ റമദാൻ, അത് ചെയ്യാതിരിക്കാൻ വേണ്ടി ഓർക്കല്ല, ചെയ്യാൻ വിചാരിക്കുക. ഭംഗ്യന്തരേണ ചിലപ്പോ പറ്റാതായാലും പ്രതിഫലം റെക്കോർഡിൽ. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ആഴം എത്രയാ! അത് ആ ഹദീസിൽ പിന്നെ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ വിചാരിച്ചു, ചെയ്തു, ചുരുങ്ങിയത് 10-700 ഇരട്ടി വരെയും ചെയ്യാൻ വിചാരിച്ചു, അവന് നന്മ പ്രതിഫലം റെക്കോർഡിലായി. ചെയ്യാൻ വിചാരിച്ചത് ചെയ്തു, അതിന്റെ ഇഖ്ലാസ് അനുസരിച്ച്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയനുസരിച്ച് 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം.
ഇനി ഒരാൾ തിന്മ ചെയ്യാൻ വിചാരിച്ചു, ചെയ്തില്ല, ശിക്ഷയുണ്ടോ? ശിക്ഷയുണ്ടായത് തിന്മ ചെയ്യാൻ വിചാരിച്ചു, ഇന്ന് കള്ളു കുടിക്കണം എന്ന് വിചാരിച്ചു, ഇന്ന് ഒരു ബ്ലൂ ഫിലിം കാണണം, രാത്രി എല്ലാവരും ഉറങ്ങി കിടക്കുമ്പോൾ ഓൺലൈൻ മാറ്റിയിട്ട് ഓഫ്ലൈനായിട്ട് കാണണം എന്ന് വിചാരിച്ചു. അയാൾ ചെയ്തില്ല, ശിക്ഷയുണ്ടോ? ഇല്ലേ, ശിക്ഷയില്ല. എന്നല്ല, നന്മയുണ്ട്. തെറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ട് ചെയ്തില്ലെങ്കിൽ ആ മനുഷ്യന്റെ റെക്കോർഡിൽ നന്മ എഴുതപ്പെട്ടു എന്ന്. തെറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടേ നന്മ ചെയ്യാൻ വിചാരിച്ചാൽ ഓക്കെ, ലോജിക്കലി നമുക്ക് മനസ്സിലാക്കാം. നന്മ ചെയ്യാൻ വിചാരിച്ച് ചെയ്യാൻ പറ്റിയില്ല, ഓക്കെ, കിട്ടും. തെറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ട് ചെയ്തില്ലെങ്കിൽ, അതെ, തെറ്റിൽ നിന്ന് മാറി നിന്നില്ലേ താൻ. വിചാരിച്ചത് നീ വിചാരിച്ചിട്ട് നീ അവിടെ നിന്ന് വേണ്ടെന്ന് വെച്ചില്ലേ, നിനക്ക് നന്മ, ഒരു പ്രതിഫലം. തെറ്റ് ചെയ്യാൻ വിചാരിച്ചു, തെറ്റ് ചെയ്തു, എത്ര ശിക്ഷ ഉണ്ടാവും? ഒരു ശിക്ഷ. നന്മ ചെയ്യാൻ വിചാരിച്ചിട്ട് നന്മ ചെയ്താൽ 700 ഇരട്ടി വരെ, ആത്മാർത്ഥതക്കനുസരിച്ച്. തെറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ട് തെറ്റ് ചെയ്താൽ ഒരു തിന്മ മാത്രം. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമ്മോട് കാണിച്ച മഹത്തായ അനുഗ്രഹത്തെ കുറിച്ച് ഓർക്കാതെ നമ്മൾ മരിച്ചാൽ നമ്മളെക്കാൾ വലിയ നഷ്ടകാരികൾ ആരും. ഞാൻ ദിക്റിനെ കുറിച്ചാണ് പറയുന്നത്. ആ ദിക്ർ നമുക്ക് എങ്ങനെയൊക്കെ, എന്നിട്ട് ആ ഹദീസിന്റെ അവസാനം പറയുന്നുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറയുന്നു, നോക്കിയേ, എല്ലാ നന്മകളും അള്ളാഹുവിനെ ഓർത്തു എന്നതുകൊണ്ട് മാത്രം അവരെ മുഴുവൻ തട്ടിക്കൊണ്ടുപോയല്ലോ. എല്ലാ നന്മകളും അള്ളാഹുവിനെ ഓർത്തവർ എടുത്തുകൊണ്ടുപോയില്ലേ എന്ന് നബി എന്താ പറഞ്ഞത്? അതെ, അജൽ, അതെ, ഓർത്തു എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. സുബ്ഹാനല്ലാഹ്. നന്മകൾ ഓർമ്മയ്ക്കാണ് നന്മകൾ. നിങ്ങളുടെ സ്മൃതിപഥത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തക്കാണ് പ്രതിഫലം. നല്ലത് ചെയ്യാനുള്ള വിചാരത്തിനാണ് നിങ്ങൾക്ക് പ്രതിഫലം. നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും നന്മകൾ ചെയ്യാനുള്ള ആലോചനക്കാണ് പ്രതിഫലം. അക്സറുഹും ലില്ലാഹി തആല ദിക്റ എന്ന് പറയുന്നത്. ദിക്ർ കൊണ്ടുള്ള നേട്ടം എന്തൊക്കെയാ? നിങ്ങൾ ഓർത്തു, നേട്ടങ്ങൾ എത്രയാണെന്നറിയോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 2 നേട്ടങ്ങൾ വേണമെങ്കിൽ ഇൻ ഷോർട്ടായിട്ട് പറയാം. ഒന്ന്, ഭൗതികമായ നേട്ടം. ഭൗതികമായ നേട്ടം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയുക, ഹൃദയശാന്തി കിട്ടണമെങ്കിൽ നാഥനെ ഓർത്തോളൂ. ഭൗതികമായ നേട്ടമാണ്. അസ്വസ്ഥജനികമായ മനസ്സുമായി ഏതോ അർത്ഥത്തിൽ പ്രശ്നകലുഷിതമായ കുടുംബാന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ആളുകൾ, ഭാര്യാഭർത്തൃബന്ധത്തിൽ മോശം അനുഭവം നെഞ്ചിലേറ്റി വിങ്ങി വിങ്ങി ജീവിക്കുന്ന സ്ത്രീകളോട് പറയുന്നു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയശാന്തി വേണോ നിങ്ങൾക്ക്? അസ്വസ്ഥതകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകലണോ? ഭർത്താവിന്റെ പഴികേട്ട് ജീവിക്കുന്നത് നൊമ്പരമായി കൊണ്ട് നടക്കുന്ന ആളുകൾ അത് ഒഴിവാക്കണോ? അലാ ബിദിക്രില്ലാഹ്. അല്ലാഹുവിനെ ഓർക്കൂ സഹോദരങ്ങളെ. അവനെ ഓർത്താൽ നിങ്ങളുടെ ചിന്തകൾക്ക് നിങ്ങൾക്ക് സമാധാനം കിട്ടും. സ്വസ്ഥമായ മനസ്സുകൾക്ക് നിങ്ങൾക്ക് സ്വസ്ഥമായ മനസ്സ് നിങ്ങൾക്കുണ്ടാകും. ഞാൻ പറയുന്നല്ലേ, ഖുർആൻ പറയുന്നതാണ്. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അയാളെ ഭർത്താവിനെ മക്കളെ പഴിപറഞ്ഞ് പണ്ടാരടങ്ങിയിട്ട് വർത്തമാനം പറയരുത്. നിങ്ങൾ അല്ലാഹുവിനെ ഓർത്താൽ മതി. അവൻ നിങ്ങൾക്ക് ശാന്തി നൽകും, സമാധാനം നൽകും. ഭൗതികമായ ദിക്റിന്റെ ഭൗതികമായ നേട്ടത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇതെന്താ ഓത? ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. അർത്ഥം അറിയാലോ? എന്താ അർത്ഥം? ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. എന്റെ നാഥൻ എന്നോടൊപ്പമുണ്ട്, അവൻ എനിക്ക് വഴി കാണിക്കും. ആര് ആരോട് എപ്പോൾ പറഞ്ഞു? സന്ദർഭം പറയും. ആര് ആരോട് എപ്പോൾ പറഞ്ഞു ഈ വാക്ക്? എനിവൺ? ആരാണ് പറഞ്ഞത് ഇത്? ആര്? ടീച്ചർ പറയും. അഹ്സൻതി ജസാക്കല്ലാഹ്. ഫറോവ എന്ന കിങ്കരനും കൂട്ടാളികളും കൊല്ലാനായി തന്റെ മുമ്പിലേക്ക് പാഞ്ഞെടുത്തപ്പോ, മുമ്പിൽ കടലും പിറകിൽ ആർത്തറച്ചു വരുന്ന സൈന്യവും കണ്ടപ്പോ, അവിടെ ഗതികിട്ട കടലിനും ചെകുത്താനിനും മധ്യേ എന്ന അക്ഷരാർത്ഥത്തിൽ വന്നപ്പോ, അനുയായികൾ മൂസയെ കുറ്റപ്പെടുത്തി ഇന്നാല മുദ്റഖൂൻ, ഒന്നുകിൽ ചത്തു അല്ലെങ്കിൽ ചാവും, വെള്ളത്തിൽ ചാവും.
അപ്പൊ പറഞ്ഞ പ്രവാചകൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം വാക്ക്, ഇൻ കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. നിങ്ങൾ എന്ത് വർത്താനായി പറയുന്നത്? എന്റെ നാഥൻ എന്നോടൊപ്പമുള്ളപ്പോ ഞാൻ മുങ്ങിച്ചാവുകയോ? നെവർ എവർ, അങ്ങനെ ഒന്നും സംഭവിക്കുകയില്ല. നിങ്ങൾ എന്ത് വർത്തമാനം പറയുന്നത്? ഈ ഫറോവയ്ക്കും കിങ്കരന്മാർക്കും എന്നെ പാഞ്ഞെടുത്ത് നമ്മളെ വെട്ടിനുറുക്കാമെന്നത് അക്ഷരാർത്ഥത്തിൽ തെറ്റാണ്. എന്റെ കൂടെ എന്റെ നാഥനുണ്ട്, അവനുള്ളപ്പോ എനിക്ക് വേറെ എന്ത് പ്രൊട്ടക്ഷൻ? കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. ഓർക്കാൻ കഴിയും നമുക്ക് അങ്ങനെയൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എവിടെ തളരേണ്ടി വരുമ്പോ, അല്ലെങ്കിൽ ജീവിതം തീർന്നുപോയി എന്ന് തോന്നുമ്പോ, ഒരു കയറിൽ കെട്ടിത്തൂങ്ങാൻ തോന്നുന്ന ആൾക്ക് തോന്നേണ്ടത് കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടവനല്ല, ഞാൻ നൊമ്പരപ്പെട്ട് ജീവിതം ഇതോടുകൂടി തീർന്നു എന്ന് ചിന്തിക്കേണ്ടവനല്ല. എന്റെ നാഥൻ എന്നോടൊപ്പമുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, എനിക്ക് അവൻ വഴി കാണിക്കും. സയഹ്ദീൻ. കടൽ രണ്ടായി പിളർന്ന അത്ഭുതം കണ്ടില്ലേ നിങ്ങൾ? മുഅ്ജിസത്താണ് ആ കണ്ടത്. മൂസ വടി കൊണ്ട് തൊടാൻ പറയുന്നു, ആ ആർത്തലച്ച കടൽ രണ്ടായി പകുത്തുമാറുകയും മൂസയും അനുയായികളും സുന്ദരമായി മറുകര വറ്റുകയും ആ വഴിയിലേക്ക് വന്ന ഫറോവയും പ്രവൃത്തികളും മുങ്ങിച്ചാവുകയും ചെയ്ത അത്യത്ഭുതകരമായ വർത്തമാനം നടന്നത്. ദൈവം അല്ലാഹു എന്റെ മനസ്സിലുണ്ട്, അവൻ എന്നെ ഓർക്കും, എന്നെ പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിക്കുമെന്ന ഓർമ്മയില്ലേ? ആ ഓർമ്മയാണ് മൂസയെ രക്ഷിച്ചത്. ആ വർത്തമാനമാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്തുതികീർത്തനങ്ങളാണ് മൂസയെ അവിടെ ചെങ്കടലും കടുച്ചെകുത്താനും മധ്യേ ഉഴലുന്ന സമയത്ത് രക്ഷയേകി വഴി കാണിച്ച് മറുകര പറ്റിച്ച് പിന്നെയും കാലങ്ങൾ എത്രയോ ജീവിച്ചത്. എന്തേ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഭൗതികമായ മാത്രം താല്പര്യങ്ങളല്ല, ഭൗതിക നേട്ടങ്ങൾ മാത്രമല്ല ദിക്ർ കൊണ്ടുണ്ടാവുക, ആത്മീയമായ ജീവിതം കൂടി ഉണ്ടാവും. രണ്ടാമത്തെ നേട്ടത്തെ കുറിച്ചാണ് പറഞ്ഞത്. മാ ളന്നുക ബിഇത്നൈൻ അല്ലാഹു സാലിസുഹുമാ. ആരോട് എപ്പോൾ പറഞ്ഞു? മാ ളന്നുക ബിഇത്നൈൻ അല്ലാഹു സാലിസുഹുമാ. ഒരു ഹദീസാണത്. ആരാ പറഞ്ഞത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വമാ ളന്നുക യാ അബൂബക്കർ. ശത്രു ഒന്ന് താഴ്ന്നു നോക്കിയാൽ കണ്ടത് തന്നെ എന്ന് പേടിയോടുകൂടി തൗബയിൽ പ്രവാചകന്റെ ചാരത്തിരുന്ന അബൂബക്കർ വേപുത കൊണ്ട് പ്രവാചകരോട് ദുഃഖം പങ്കുവെച്ചപ്പോ, എന്താ അബൂബക്കർ താനീ കരുതുന്നത്? താൻ എന്ത് വിചാരിക്കുന്നു? അബൂബക്കർ, താൻ എന്താ കരുതിയത്? രണ്ടാളുകളെ കുറിച്ച് താൻ എന്ത് കരുതി? അല്ലാഹു സാലിസുഹുമാ. മൂന്നാമനായി അല്ലാഹു ഉള്ള രണ്ടാളുകളെ കുറിച്ച് ശത്രു താഴ്ന്നു നോക്കിയാൽ പിടിക്കപ്പെട്ടു കൊല്ലപ്പെടുമെന്നോ താൻ എന്ത് ശുദ്ധ അസംബന്ധമായി പറയുന്നത്? അള്ളാഹു കൂടെയുണ്ടെങ്കിൽ രക്ഷപ്പെടുമെന്നതിന്റെ പ്രവാചകന്റെ സാക്ഷ്യമാണ് ആ വാക്കുകൾ. പ്രവാചകന്റെ ജീവിത കഥ രക്ഷപ്പെട്ടതിന്റെയും പിന്നീട് മദീന എന്ന രാജ്യമുണ്ടാക്കിയതിന്റെയും കഥയാണ് പറയാറുള്ളത്. ഞാൻ പറഞ്ഞ ശരിയല്ലേ? നിങ്ങളുടെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരങ്ങളുണ്ടോ? അവൻ എന്നെ രക്ഷിക്കും, എന്നെ തളർത്താൻ ആർക്കും കഴിയില്ല, അവൻ എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് വിചാരമുണ്ടെങ്കിൽ ഭൗതികമായിട്ട് തന്നെ ഇവിടെ തന്നെ രക്ഷപ്പെടാനുള്ള വഴികൾ നിങ്ങൾക്കും എനിക്കും ഉണ്ടാകുമെന്നാണ് പറഞ്ഞതിനർത്ഥം. ആത്മീയമായ നേട്ടങ്ങളുണ്ട്, ഭൗതികമായ നേട്ടങ്ങളുണ്ട്. ഒരുപാട് നിങ്ങൾ സൈറ്റിൽ പോയിട്ട് നമുക്ക് വിശദീകരിക്കാൻ ഒരു അരമണിക്കൂർ എടുക്കും. സൈറ്റിൽ പോയിട്ടൊന്ന് പരതുക. എന്ത്? ദിക്ർ, ദൈവസ്മരണയുടെ നേട്ടങ്ങൾ എന്ന് പറഞ്ഞ് നോക്കിയാൽ നിങ്ങൾക്ക് കുറേ കാണാൻ പറ്റും. ഞാനത് വിശദീകരിക്കുന്നില്ല. അത് അങ്ങനെ ഒരുപാടെണ്ണം എന്തൊക്കെ എത്രയൊക്കെ എന്നൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾ ഇത് ഒഴിവാക്കരുത്. നിങ്ങൾ പാത്രം കഴുകുകയാണ്, വെറുതെ ഇരിക്കണ്ട. അല്ലാഹുവിനെ കുറിച്ച് ഓർത്ത് സുബ്ഹാനല്ലാഹ് പറയും. നിങ്ങൾ പാത്രം കഴുകുക, പാത്രമൊക്കെ കഴുകി പോകും, ഓട്ടോമാറ്റിക്കായിട്ട് പാത്രം കഴുകും. പക്ഷേ നിങ്ങൾക്കറിയാതെ നിങ്ങളുടെ നന്മയിൽ പാത്രം കഴുകിയതിന്റെ മാത്രമല്ല പ്രതിഫലം കിട്ടുക, അള്ളാഹുവിനെ കുറിച്ച് ഓർത്തതിന്. വെറുതെ സമയം എന്തിനാ കളയുന്ന സഹോദരങ്ങളെ? ഈ റമദാൻ സമയം എവിടെ നമുക്ക്? ഇതാ എപ്പോഴാ ഇന്നോ നാളെ എന്ന് പറഞ്ഞിട്ട് പോകാൻ പോകേണ്ട ആളുകളാണ് ഞാൻ. 45 വയസ്സേ ഉള്ളൂ. നമ്മുടെ പരിസരത്ത് ഇന്നലെ നടന്ന മരണത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനിയും കാലങ്ങൾ എത്രയോ ജീവിക്കുമെന്ന് സ്വപ്നം കണ്ട മനുഷ്യൻ തന്റെ മകളുടെ അല്ലെങ്കിൽ തന്റെ മക്കളുടെ കല്യാണവും നല്ല ജീവിതവും കുടുംബ ജീവിതവും സ്വപ്നം കണ്ട മനുഷ്യൻ പൊടുന്നനെ പൊലിഞ്ഞുപോയി. സൈലന്റ് അറ്റാക്ക്.
അതിന്റെ പേര് അങ്ങനെയാണ്, സൈലന്റ് അറ്റാക്ക്. പോയി, ഒരു ലക്ഷണവും കാണിച്ചില്ല, അതുവരെ മാരകമായ ഒരു അസുഖം ഉണ്ടായിരുന്നില്ല. പൊടുന്നനെ പൊലിഞ്ഞു പോകുന്ന ജീവിതമാണ് എന്റെയും നിങ്ങളുടെയും. ഓർക്കുക, ആ സമയത്തെ എത്രയാണോ കിട്ടിയ ആയുസ്, ആ സന്ദർഭത്തിൽ നാഥന മനസ്സിലും വാക്കിലും കർമ്മത്തിലും ഓർക്കാൻ ഭാഗ്യം കിട്ടിയവനാണ് യഥാർത്ഥത്തിൽ നല്ലവൻ. അതുകൊണ്ട് എന്താണോ നിങ്ങൾ ചെയ്യുന്ന പണി, ഡ്രൈവിംഗിലാണ്, വെറുതെ പോകണല്ലേ, ഡ്രൈവിംഗിലാണ്, പക്ഷെ വേറൊന്നുമില്ല, ചിന്ത അല്ലാഹുവിലേക്ക് പോകട്ടെ. ഡ്രൈവിംഗിൽ അവിടെ നിങ്ങൾക്ക് സുരക്ഷിതമായി എത്താൻ കഴിയുന്നു മാത്രമല്ല, നിങ്ങളുടെ നന്മയുടെ റെക്കോർഡുകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത്. വെറുതെ ഇരിക്കുമ്പോൾ, വെറുതെ നടന്നു പോവാണ്, മോർണിംഗ് വാക്ക്, ഈവനിങ് വാക്ക്, ഓക്കെ, അതിനിടയ്ക്ക് നിങ്ങൾക്ക് കിട്ടാവുന്ന കുറെ നന്മകളില്ലേ, എന്തിനാ പാഴാക്കി കളയുന്നത്? ഓർമ്മകൾ മാത്രം മതി. നിങ്ങളുടെ കർമ്മം അവിടെ വേറെ നടന്നോട്ടെ. നിങ്ങളുടെ മനസ്സിൽ, നാവുകളിൽ അപ്പോ അള്ളാഹുവിനെ കുറിച്ചുള്ള നന്മകൾ ഓർക്കുകയും പറയുകയും ചെയ്താൽ അറിയാതെ നന്മയുടെ റെക്കോർഡുകൾ എപ്പോഴും ഈ വാക്കുകൾ അള്ളാഹുവിനെ മറക്കരുത് കേട്ടോ എന്നത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമുക്ക് പാലിക്കാൻ കഴിഞ്ഞാൽ നാമാണ് ഭാഗ്യവാന്മാർ. Many of us, mashallah, we are Muslimin, we read our salah, we try our best to obey Allah's instruction, but we lack in that sometimes we're sitting without saying anything, yet we could have declared the praise of Allah in some way. Subhanallah, Alhamdulillah, Allahu Akbar. Think of it. Use those moments to say it whilst you are driving, whilst you are walking, whilst you are talking. Utter the praise of Allah. It could be your last few words. Declare anything. Ashhadu an la ilaha illallah wa ashhadu anna Muhammadan abduhu wa rasuluhu. There is a narration where the Prophet sallallahu alaihi wasallam says there are two words that are so light on the tongue, so heavy on the scale of good deeds, and so loved by the most merciful. They are Subhanallah wa bihamdihi, Subhanallah al-Azim. Imagine, the hadith says, so light on the tongue. Why don't we use our tongue to say these words? I guarantee you, I am guilty of it as well. Sometimes days pass, or at least a day has passed, and those particular words we have not yet uttered them with proper concentration. Subhanallah wa bihamdihi, Subhanallah al-Azim. The narration says they are so heavy on the scale of good deeds. Who wouldn't want to do good deeds? May Allah subhanahu wa ta'ala bless us. Alhamdulillah tamla'u al-mizan, subhanallah walhamdulillah tamla'ani ma bayna as-samawati wal ard. Rawahu al-Bukhari. നബിയുടെ ഒരു ഹദീസാണ്. അൽഹംദുലില്ലാ എന്നത് തുലാസ് നിറയ്ക്കും, സുബ്ഹാനല്ലാഹ് എന്നത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ എന്നത് ആകാശങ്ങളും ഭൂമികളും നിറയ്ക്കുന്ന നന്മകൾ നിങ്ങൾക്ക് കിട്ടും. വാക്കുകൾ എത്ര നിസ്സാരമാണ്, അർത്ഥമറിഞ്ഞ് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന പ്രതിഫലത്തെ കുറിച്ചാണ് പ്രവാചകൻ പറഞ്ഞത്. തുലാസ് കനം തൂങ്ങുകയും നന്മയുടെ തുലാസിനെ കുറിച്ചാണ് പറഞ്ഞത്. ആകാശഭൂമികൾ നിറയ്ക്കുമെന്ന് പറഞ്ഞാൽ അത്രമാത്രം നന്മകൾ എന്റെയും നിങ്ങളുടെയും റെക്കോർഡിൽ കടന്നു വരുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇദ്ദേഹം സൂചിപ്പിച്ചില്ല നേരത്തെ, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ വസഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ. നാവിന് നിസ്സാരമായത്, തുലാസിൽ കനം തോന്നുന്നത്, കരുണാമയന് പ്രിയപ്പെട്ടമായ രണ്ട് വാക്കുകൾ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. വെറുതെ ഇരിക്കുന്ന സമയത്ത്, നിങ്ങൾക്ക് കിട്ടാവുന്ന ഒഴിവ് സമയങ്ങളിൽ, വീക്കെൻഡുകളിൽ, മോർണിംഗ് ഈവനിങ് വാക്കുകളിൽ വെറുതെ കളയാണ്ടതില്ല സമയം. ആ സമയമൊക്കെ നിങ്ങളുടെ നന്മകളിൽ റെക്കോർഡായി മാറും. സുബ്ഹാനല്ലാഹ്. ഒരിക്കൽ പ്രവാചക ദൂതർ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പാവപ്പെട്ട ഭിക്ഷുക്കളായ സഹാബികൾ കടന്നു വരുന്നു. പ്രവാചകരെ, എല്ലാ നന്മകളും, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ നന്മകളും പണക്കാർ ചെയ്യുന്നുണ്ട്, പക്ഷേ അവർക്ക് പണമുണ്ട് എന്നതുകൊണ്ട് സക്കാത്തും ദാനധർമ്മങ്ങളും സദഖയും ഒക്കെ ചെയ്യുന്നു. ഞങ്ങളാകട്ടെ പാവപ്പെട്ടവരായത് ഞങ്ങളുടെ കുറ്റമാണോ? അല്ല ഞങ്ങളിങ്ങനെ ആക്കിയത് കൊണ്ടല്ലേ? കുറ്റമൊന്നും പറഞ്ഞില്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല, കുറ്റപ്പെടുത്തിയൊന്നുമില്ല. ഞങ്ങളുടെ ഗതികേട് കൊണ്ട് ഞങ്ങൾ പാവങ്ങളായി പോയി, പക്ഷേ നന്മകൾ മുഴുവൻ ഞങ്ങളെക്കാൾ കൂടുതൽ പണക്കാർ കൊണ്ടുപോകും. ഞങ്ങൾ ചെയ്യുന്ന എല്ലാം അവരും ചെയ്യുന്നുണ്ട്. ഇൻ അഡീഷൻ അവർക്ക് കിട്ടിയ പണം കൊണ്ടവർ എത്രയൊക്കെ നന്മകളാ സമ്പാദിക്കും. പ്രവാചകൻ എന്താ പറഞ്ഞു കൊടുത്തത്? നിങ്ങൾ തസ്ബീഹും തഹ്ലീലും തഹ്മീദും തക്ബീറും ചൊല്ലൂ, അവരോടൊപ്പം എത്താം. അവർ ചൊല്ലി.
അടുത്ത പരാതി കുറെ കഴിഞ്ഞപ്പോൾ, നബിയെ പണക്കാരും അത് ചൊല്ലാൻ തുടങ്ങി, ഞാനെന്ത് ചെയ്യാനാ എന്ന് നബി കൈമലർന്നു. ആ അക്ഷരങ്ങൾക്ക് പണമില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നന്മകൾ അവരെ പോലെ തന്നെ സുഹൃത്തുക്കൾ നേടാനുള്ള അസുലഭമായ സന്ദർഭം. ഞാൻ പാവപ്പെട്ടവനാണ്, എനിക്കൊന്നുമില്ലേ എന്ന് പരിതപിക്കുന്നവരോട് പ്രവാചകൻ പറഞ്ഞ വാക്കുകളാണത്. നമുക്ക് അങ്ങനെ നന്മകൾ കരസ്ഥമാക്കാൻ കഴിയുന്ന അസുലഭമായ സന്ദർഭമാണിത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോ തുലാസിൽ കനം തോന്നുന്ന നാവുകൾക്ക് നിസ്സാരമായ കരുണാമയന് ഏറെ പ്രിയപ്പെട്ട സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹുൽ അദീം ആവർത്തിച്ച് മനപ്പാടത്തിലൂടെ അത് നിങ്ങൾ ജീവിതത്തിൽ പകർത്താൻ. എന്തെല്ലാം തരത്തിൽ ദിക്റുകൾ ഉണ്ടെന്നറിയോ? ഒന്ന്, അള്ളാഹുവിനെ ഓർക്കുന്നത്. അള്ളാഹു എന്ന് പറയുന്ന ആ ഒരു വാക്കിനെ കുറിച്ച് മാത്രമല്ല, അവന്റെ എല്ലാ നന്മകളും സുഹൃതങ്ങളും അനുഗ്രഹങ്ങളും അവന്റെ കഴിവുകളും അവന്റെ വലുപ്പവും ഒക്കെ. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അള്ളാഹു അക്ബർ, ഏറ്റവും വലിയവെന്നാ പറയും. എന്തിന്റെ വലിയവൻ? അവന്റെ വലുപ്പത്തിന്റെ മഹത്വം അറിയോ? ചിന്തിച്ച കിട്ടില്ല. ഈ യൂണിവേഴ്സിനേക്കാൾ ഈ ഭൂമിയുടെ വലുപ്പം നിങ്ങൾ അറിയും. 45 കിലോമീറ്റർ, 45,000 കിലോമീറ്റർ ചുറ്റളവിലാണ് അത്ര ഭൂമിയുള്ളത്. നമ്മളുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള ഞരമ്പുകളെ ഓരോന്നോരോന്നായി എടുത്ത് കോർത്തു വെച്ചാൽ 2 തവണ ഭൂമിയെ ചുറ്റാൻ മാത്രം വലുപ്പമുണ്ട്. ഒരാളുടെ ശരീരത്തിലെ ബ്ലഡ് വെയിൻസിനെ, രക്തധമനികളെ അതെടുത്ത് കൂട്ടി വെച്ചാൽ 2 തവണ ഭൂമിയെ ചുറ്റാൻ കഴിയും. സൂര്യൻ എന്നത് അനേകായിരം കോടി കിലോമീറ്ററുകൾ അപ്പുറത്താണ്. ഭൂമിയേക്കാൾ എത്രയോ കോടി 10 മടങ്ങ് വലുപ്പമുണ്ട് സൂര്യന്. സൂര്യൻ എന്നത് അതിനേക്കാൾ വലുപ്പമുള്ള അനേകായിരം കോടാനുകോടി, അതിനേക്കാൾ അനേകായിരം വലുപ്പമുള്ള വേറെ നക്ഷത്രങ്ങൾ, ഇതിനേക്കാളൊക്കെ വലുപ്പമുണ്ട് അള്ളാഹുവിന്. നമുക്ക് ആലോചിച്ചാൽ കിട്ടില്ല. എങ്ങനെയായിരിക്കും അവൻ, എങ്ങനെയാണവൻ എന്നതിന് ഒരു പിടുത്തവും കിട്ടാത്ത ഒരു സാധനം. അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ ഓർക്കാൻ എന്തൊക്കെയുണ്ടോ അതാണ് ഒന്നാമത്തെ ഓർക്കാൻ. അതുപോലെ തന്നെ പ്രവാചകനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ വാക്കുകളെ കുറിച്ച്, അദ്ദേഹത്തിന്റെ കർമ്മത്തെക്കുറിച്ച്, ആ മഹാനുഭാവൻ ജീവിച്ചതിനെ കുറിച്ച്, ആ മഹാനുഭാവൻ നാട്ടിലുണ്ടാക്കിയ മാറ്റങ്ങളെ കുറിച്ച്, വിപ്ലവങ്ങളെ കുറിച്ച്, സ്ത്രീകളുടെ വിമോചനത്തിനെ കുറിച്ച്, നാട്ടിൽ ആ മനുഷ്യനുണ്ടാക്കിയ ശാന്തിയെ കുറിച്ച്, സമാധാനത്തെ ആലോചിക്കാം. ദിക്റാണതൊക്കെ. ഖുർആനെ കുറിച്ച്, വിശുദ്ധ ഖുർആന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച്, നേട്ടങ്ങളെ കുറിച്ച്, അക്ഷരങ്ങളെ കുറിച്ച്, അതിന്റെ തജ്വീദ് നിയമങ്ങളെ കുറിച്ച്, അതിന്റെ പാരായണ മനോഹാരിതയെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കും. പലതരം ദിക്റുകളുണ്ട്. പാരത്രികമായ പരലോകത്തെ കുറിച്ച്, അവിടെയുള്ള കഠിനമായ ശിക്ഷയെക്കുറിച്ച്, ക്രൂരമായ ജീവികൾ വേട്ടയാടുന്നതിനെ കുറിച്ച്, അതിൽ അകപ്പെട്ടാൽ പൊള്ളുന്ന ആ പൊള്ളലിനെ കുറിച്ച്, സ്വർഗത്തിന്റെ അതിസുന്ദരമായ ശാന്തശരീരമായ ആ അനുഗ്രഹത്തെ കുറിച്ച്, അവിടെ കിട്ടാവുന്ന നന്മകളെ കുറിച്ച്, നേട്ടങ്ങളെ കുറിച്ച്, കുടിക്കുന്ന പാനീയത്തെ കുറിച്ച്, കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുക സഹോദരങ്ങളെ. ദിക്റുകൾ അങ്ങനെയാണ്. മരണത്തെക്കുറിച്ച്, എന്നെയും നിങ്ങളെയും പിടികൂടുന്ന, ഇന്നോ നാളെയോ പിടിക്കാൻ വരുന്ന ആ മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുക. എല്ലാ സുഖാസ്വാദനങ്ങളെയും തച്ചു തകർക്കുന്ന ഒന്ന് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് ഞാൻ ഓർത്തിരിക്കണം. നബി പറഞ്ഞതാ അക്സിറൂ, മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ, ആ മരണത്തിന്റെ ഭയാനകമായ അവസ്ഥ, മരണത്തിന് ശേഷമുള്ള ഖബറിലെ ജീവിതത്തെക്കുറിച്ച്, അവിടെയുള്ള ഇരുട്ടിനെ കുറിച്ച്, അവിടെ വരുന്ന ജന്തുക്കളെ, വിഷജന്തുക്കളെ, ജീവികളെ, വന്യജീവികളെ കുറിച്ചൊക്കെ ഓർത്തോർത്തിരുന്നോളൂ നിങ്ങൾ. മരണം പതിയിരുന്ന് കാത്തിരുന്ന് എന്റെ കാലച്ചക്ക് വേണ്ടി, ഞാൻ എന്റെ സമയമാകാൻ വേണ്ടി കാത്തിരിക്കുന്ന പതിതമായ അവസ്ഥയെ കുറിച്ച് നിങ്ങൾ ഓർത്തോർത്തിരുന്നോളൂ എന്ന് പ്രവാചകൻ പറയുന്നു. നമ്മൾ ദിക്റിനെ കുറിച്ചുള്ള ക്ലാസ് ആണ് ഇപ്പൊ അവസാനിച്ചത്. ദുആനെ കുറിച്ച് കൂടെ പറയാം കുറച്ച് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ്. ഒരു സംഭവം വായിക്കാം, ഞാനത് വായിക്കാം പെട്ടെന്ന്. പാകിസ്ഥാനിലെ പ്രശസ്തനായ ഒരു ഡോക്ടറായിരുന്നു ഡോക്ടർ ഇഷാൻ. അദ്ദേഹം ഒരു ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കാനായി വിമാനത്താവളത്തിലെത്തി. വിമാനം കയറി കുറച്ചു കഴിഞ്ഞപ്പോൾ കാലാവസ്ഥ തകരാറ് മൂലം വിമാനം അടിയന്തരമായി അടുത്ത എയർപോർട്ടിൽ ഇറക്കുകയാണെന്ന് അറിയിപ്പുണ്ടായി. ഇത് സംഭവം നടന്ന കഥയെ കുറിച്ചാണ് പറയുന്നത്. വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഡോക്ടർക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. അധികൃതരുമായി തട്ടിക്കയറി, എനിക്ക് അത്യാവശ്യമായ ഒരു യോഗത്തിൽ പങ്കെടുക്കാനാണ് ഞാൻ വിമാന ടിക്കറ്റ് എടുത്തത്, ഞാൻ ഡോക്ടർ ഇഷാനാണ്. അധികൃതർ പറഞ്ഞു, ഡോക്ടർ എന്ത് ചെയ്യും, താങ്കളുടെ അവസ്ഥ ഞങ്ങൾ മനസ്സിലാക്കുന്നു, പക്ഷേ കാലാവസ്ഥ മോശമായാൽ പിന്നെ എന്ത് ചെയ്യാൻ? താങ്കൾക്ക് 3 മണിക്കൂർ കാറിൽ യാത്ര ചെയ്താൽ യോഗസ്ഥലത്ത് എത്താമല്ലോ.
അധികൃതർ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം ഒരു കാർ ഏർപ്പാട് ചെയ്തു തുടങ്ങി. പക്ഷേ യാത്ര തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര കാറ്റും മഴയും കോടയും ഇടിവെട്ടും മിന്നലും അതിശക്തമായി കൊണ്ടിരുന്നു. റോഡ് കാണാനേ ഇല്ല. ഡോക്ടർ ഇഷാൻ ആകെ പരിഭ്രാന്തനായി. വണ്ടി നിർത്തി അടുത്ത് കണ്ട ഒരു കൊച്ചു വീട്ടിൽ കയറി അവിടെ ഒരു ഉമ്മാമ നമസ്കരിക്കുന്നത് കണ്ടു. വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. ഉമ്മാമയുടെ നമസ്കാരം കഴിഞ്ഞപ്പോൾ ഡോക്ടർ അവരോട് ഫോൺ ആവശ്യപ്പെട്ടു. അവർ അത്ഭുതത്തോടെ മറുപടി പറഞ്ഞു, ഇവിടെ ഫോണോ? കറണ്ട് പോലും ഇല്ല ഈ വീട്ടിൽ. ഉമ്മ തന്റെ കഥ പറയാൻ തുടങ്ങി. ഡോക്ടർ ഇഷാൻ സൂക്ഷിച്ചു നോക്കുമ്പോൾ ഉമ്മയുടെ അടുത്ത് ഒരു കട്ടിലിൽ ഒരു കുട്ടി കിടപ്പുണ്ട്. ഉമ്മാമ കുറച്ചു നേരം നമസ്കരിക്കും, വീണ്ടും ദ്വാ ചെയ്യും. ദ്വാ ചെയ്തുകൊണ്ട് കുട്ടിയെ തലോടും. അപ്പോൾ ഡോക്ടർ ഇഷാൻ ചോദിച്ചു, ഇതാരാണ്? ഉമ്മാമ പറയാൻ തുടങ്ങി, ഇത് എന്റെ പേരക്കുട്ടിയാണ്. അവന്റെ മാതാപിതാക്കൾ ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ടു. അവനെ 5 വയസ്സിൽ പോളിയോ ബാധിച്ചതാണ്. ഒരുപാട് ഡോക്ടർമാരെ കിട്ടി. ഇപ്പോൾ ചില ആളുകൾ പറയുന്നത് ഒരു ഡോക്ടർ ഉണ്ട്, ഡോക്ടർ ഇഷാൻ, അദ്ദേഹം ഓപ്പറേഷൻ ചെയ്യും എന്ന് കേൾക്കുന്നു. പക്ഷേ അദ്ദേഹം ഇവിടെ നിന്ന് ഒരുപാട് ദൂരെയാണ്. അവനെ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ, ഇവനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ എന്നെ കൊണ്ടൊരു നിവൃത്തിയുമില്ല. എന്തെങ്കിലും ഒരു പരിഹാരത്തിനായി ഞാൻ സ്ഥിരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് ഡോക്ടർ ഇഷാൻ കരയാൻ തുടങ്ങി. ഉമ്മാമ, ഫ്ലൈറ്റ് യാത്ര മുടക്കിയതും മഴ ഇടിയും ശക്തമായതും നിങ്ങളുടെ അടുത്തേക്ക് എന്നെ എത്തിച്ചതും നിങ്ങളുടെ അതിശക്തമായ ഈ പ്രാർത്ഥനയായിരുന്നു. അള്ളാഹുവാണ് ഞാൻ ഇതുവരെ കരുതിയിരുന്നത് ആളുകളെ അള്ളാഹു അവരുടെ ആവശ്യക്കാരിലേക്ക് എത്തിക്കുമെന്നായിരുന്നു. പക്ഷേ എന്നാൽ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് എല്ലാ ആശയും പ്രതീക്ഷയും അസ്തമിക്കുമ്പോൾ അള്ളാഹുവിൽ മാത്രം അഭയം തേടുകയും അവനിൽ അർപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ അവൻ ആവശ്യ വസ്തുവിന്റെ ആവശ്യക്കാരന്റെ കൺമുന്നിലും കൈപ്പിടിയിലും എത്തിക്കും എന്നാണ്. പ്രാർത്ഥന ജീവിതത്തിൽ സംഭവിച്ച ഒരു ഉദാഹരണമാണ് ഈ പറഞ്ഞത്. പ്രാർത്ഥന കൊണ്ട് നിങ്ങൾക്ക് നേടാനാവാത്തതൊന്നുമില്ല എന്ന് പറയുന്ന എവിടെയോ എടുക്കുന്ന ഡോക്ടർ ഇഷാൻ ഈ കൊച്ചുകുടിലിൽ കരണ്ട് പോലും ഇല്ലാത്ത വീട്ടിലേക്ക് എത്താൻ വേണ്ടി വിമാനത്തെ പോലും വഴിതിരിച്ചു വിട്ട, കാറും കോളും ഉണ്ടാക്കിയിട്ട് കാറ് ഈ സ്ത്രീയുടെ വീട്ടിന്റെ മുമ്പിൽ തന്നെ എത്തിച്ച സത്യനാഥൻ സുബ്ഹാനല്ലാഹ് അത്യുന്നതനാണ്. സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും ഹൃദയത്തിന്റെ നൊമ്പരത്തോടുകൂടിയുള്ള കരഞ്ഞു കലങ്ങിയ കണ്ണുമായി, ഉയർത്തിയ കരങ്ങളുമായി, നൊമ്പരത്തോടുകൂടിയുള്ള മനസ്സുമായി അവനോട് ചോദിച്ചാൽ കിട്ടാത്തതൊന്നുമില്ലെന്ന് തിരിച്ചറിയുകയും ഉറച്ച ബോധ്യത്തോടുകൂടി അവന്റെ മുമ്പിൽ കരം നീട്ടുകയും ചെയ്താൽ ജീവിതത്തിൽ നിങ്ങൾക്ക് നേടാൻ കഴിയാത്തതൊന്നുമില്ല എന്നതാണ് ഈ പാഠം. وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ. അവരെന്നെ കുറിച്ച് താങ്കളോട് ചോദിക്കുന്നു, പറയുക പ്രവാചകരെ, ഞാൻ അവിടെ ആകാശത്ത്, 7 ആകാശത്ത് കോടാനുകോടി കിലോമീറ്ററുകൾക്കപ്പുറമല്ല, അവരുടെ സമീപസ്ഥമുണ്ട്, അവരുടെ അടുത്തുണ്ട് എന്ന്. ആര്? ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാൻ. അവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്നത് ഒരിക്കലും പിഴവ് പറ്റാത്ത കർത്താവിന്റെ, രക്ഷിതാവിന്റെ, തമ്പുരാന്റെ വാക്കുകളാണ്. അവരെന്നോട് തേടിയാൽ ആ തേട്ടങ്ങൾക്ക് ഞാനുണ്ട് ഉത്തരം നൽകാൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വാക്കാണ്. അതുകൊണ്ട് എന്നിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് എന്നോട് തേടട്ടെ അവർ. എന്റെ കരുണയുടെ കടലിന്റെ ആഴം തിരിച്ചറിയുന്ന, എന്റെ കഴിവിന്റെ ശക്തി തിരിച്ചറിഞ്ഞിട്ട് എന്നോട് പ്രാർത്ഥിക്കാൻ അവൻ സന്നദ്ധനായാൽ ഒരു സംശയവും വേണ്ട, ഞാൻ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും. അള്ളാഹു പറഞ്ഞ സഹോദരൻ, വിശ്വാസമല്ലേ? പാപമോചനങ്ങളുടെ പ്രാർത്ഥനയിൽ ഏറ്റവും ഇത് കാണാതെ പഠിക്കണം. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഞാനിത് ഈ പ്രാർത്ഥന ഞാനിത് കേൾപ്പിക്കാം. നിങ്ങൾ പഠിച്ചു തരിക്കാം, പലരും പഠിച്ചിട്ടുണ്ടാകും. പഠിച്ചവർ മറക്കാതെ ചൊല്ലണം. ഇത് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞ് എന്റെ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഒന്ന് കേട്ടു നോക്കുക. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. ഈ ദുആ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ഖാലഹാ മിനൻ നഹാരി, ആരെങ്കിലും പകലിൽ ഈ ദുആ പറഞ്ഞാൽ മുഅ്മിനൻ ബിമാ, അതിൽ ദൃഢമായി വിശ്വസിച്ചുകൊണ്ട്
ആശയവും ഗ്രഹിക്കുകയും അതിനെ പരമത ദൃഢമായി വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് പകൽ സമയത്തിലാണെങ്കിലും നീ എന്നിട്ട് പകലിൽ കിടന്ന് മരിച്ചുപോയി എന്ന് വിചാരിച്ചു അതെയാണെങ്കിലും ചെയ്യാം പ്രഭാതത്തിലവൻ പറഞ്ഞു അതല്ലെങ്കിൽ പകലിൽ അവൻ പറഞ്ഞു പ്രവേശനത്തിനതിന്റെ മുമ്പ് രാത്രിയാകുന്നതിന്റെ മുമ്പ് അവൻ പറഞ്ഞപ്പെട്ടാൽ സർവരും അതിൽ തന്നെ അവൻ ശ്രദ്ധാവകാശിയാകുന്നു. പകൽ സമയത്തിൽ പറഞ്ഞ് രാത്രിയാക്കിക്കൊണ്ട് ഒരാൾ വിളിച്ചാൽ വൈകുന്നേരം വിളിച്ചാൽ അവൻ ശ്രദ്ധിക്കാൻ വിശ്വസിച്ചുകൊണ്ട് രാത്രി സമയത്ത് പറയുകയും പ്രഭാതത്തിന്റെ മുമ്പേ രാത്രിയിൽ മരണപ്പെടുകയും ചെയ്താൽ അവനും സ്വർഗ്ഗാവകാശിയാകുന്നു. പകൽ സമയത്ത് ഒരു തവണയെങ്കിലും പറയാൻ രാത്രി സമയത്ത് ഒരു തവണയെങ്കിലും പറയാൻ ഒരു മനുഷ്യനെ ലോകത്തോടുള്ള മരണപ്പെട്ടതാകുന്നത് ഒന്നുകിൽ പകലാണ് അല്ലെങ്കിൽ രാത്രിയാണ്. ഒന്നുകിൽ പകലാണ് നമ്മുടെ മരണം അതല്ലെങ്കിൽ രാത്രിയിലാണ് നമ്മുടെ മരണം. പകൽ മരിക്കട്ടെ രാത്രി മരിക്കട്ടെ പകലെന്ന് പറഞ്ഞ് രാത്രി വരുന്നതിന് മുമ്പ് മരിച്ചാലും അവർക്ക് കാലം രാത്രിയിൽ പറഞ്ഞ് പകലാകുന്നതിന് മുമ്പ് മരണപ്പെട്ടാലും അവർക്ക് കാലം അത്തരം വലിയ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിലാണ് നമ്മുടെ വിഷയം പറയുന്നത്. ഞാൻ സമ്മതിക്കും, എനിക്ക് ചെയ്തത് ഞാനൊക്കെ ഞാൻ നിന്നോട് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ എനിക്ക് പറ്റിയിട്ടില്ല. എന്റെ കുറ്റങ്ങളിൽ ഞാൻ നിന്റെ മുമ്പിൽ സമ്മതിച്ചു പറയുന്നു. എന്റെ താമസം ഞാൻ നിന്നോട് ഏറ്റുപറയും. അതിനാൽ എനിക്ക് പുറത്തു തരേണമേ അല്ലേ. നിന്നോട് ഞാൻ തരുന്നത് നീ എല്ലാ പാപങ്ങളും കൊടുക്കുന്നതില്ല. ഈ പാപങ്ങൾ കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് നീ എന്റെ പാപങ്ങൾ കൊടുത്തു തരണമേ. ഞാൻ നിന്നോടുള്ള കരാറുകളും അർത്ഥങ്ങളൊന്നും ലംഘിക്കുക. എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ആ കരാറുകൾ പാലിക്കും. വീഴ്ചയും നന്നായി കൊടുത്തു തരണേ അല്ല. നീ എന്നോട് നീ എനിക്ക് സൗഭാഗ്യം തരണേ അല്ല. നീ ആ പാപങ്ങൾ കൊടുക്കുന്നതല്ലേ. وقال ربكم ادعوني استجب لكم. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഈ വാക്കുകൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അവനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടും, പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടും, നൊമ്പരങ്ങൾ മാറ്റിത്തരാൻ വേണ്ടി ചോദിച്ചാൽ അത് കിട്ടും, ആയുസ് അള്ളാഹുവിന്റെ നന്മക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ചോദിച്ചാൽ അത് കിട്ടും, മക്കൾ നന്നായി വളരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ അത് കിട്ടും, ഭർത്താവിന്റെ സ്ഖലിതങ്ങളും പിഴവുകളും മാറ്റിക്കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അത് കിട്ടും, എന്റെയും നിങ്ങളുടെയും തെറ്റുകൾ പൊറുക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അത് കിട്ടും, അവസാനം നരകത്തിൽ കിടക്കാതെ സ്വർഗത്തിൽ പോകണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അസ്തജിബ് ലക്കും. നമ്മുടെ ചെവികളിൽ മന്ത്രങ്ങളായി എപ്പോഴും ഉണ്ടാകേണ്ടുന്ന ഒന്നാണ്. ഉദ്ഉനി അസ്തജിബ് ലക്കും. നാഥൻ പറഞ്ഞതാണ്, ആ വാക്ക് തെറ്റുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു സംഭവം കൂടെ പറയാം. 15 കൊല്ലം മുമ്പായിരുന്നു ഞങ്ങളുടെ വിവാഹം.
മധുവിധുകാലം സന്തോഷത്തോടെ കഴിഞ്ഞു. ഞങ്ങൾക്ക് അസ്മ എന്നൊരു പെൺകുട്ടി ജനിച്ചു. അവൾക്കൊരു വയസ്സായി കാണും. ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ തകിടം മറിച്ച ഒരു സംഭവം ഉണ്ടായി. ഭർത്താവിന് റിയാദിലും ജിദ്ദയിലുമായിട്ടാണ് ജോലി. ഒരു ദിവസം റിയാദിൽ നിന്ന് വരുമ്പോൾ കാലത്ത് അദ്ദേഹം ഗുരുതരമായ ഒരു വാഹനാപകടത്തിൽപ്പെട്ടു. ബോധം നഷ്ടപ്പെട്ടു. 95% മസ്തിഷ്ക മരണം സംഭവിച്ചതായി ഡോക്ടർമാർ വിധി എഴുതി. മാസങ്ങളും വർഷങ്ങളും ആശുപത്രിയിലാണ് കഴിച്ചു കൂട്ടിയത്. പലരും എന്നോട് വിവാഹമോചനത്തെക്കുറിച്ച് ആലോചിക്കാൻ ഉപദേശിച്ചു. അദ്ദേഹം ഭൂമിയിൽ ജീവിച്ചിരിക്കെ ഞാൻ അദ്ദേഹത്തെ ഉപേക്ഷിക്കുകയോ? ഒരിക്കലുമില്ല. ഇസ്ലാം അത് അനുവദിക്കുന്നുണ്ടെങ്കിലും ഞാൻ അതിന് തയ്യാറല്ല. ഞാൻ തീർത്തു പറഞ്ഞു. ജീവിതം ദുഃഖത്തിന്റെ കരകാണാ കയത്തിലകപ്പെട്ട് ഉഴറുകയാണ്. ICUവിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ ജീവിതം. വൃദ്ധരായ മാതാപിതാക്കൾ. അസ്മ വളർന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂൾ പ്രായമായപ്പോൾ ഞാൻ അവളെ ഖുർആൻ മനപ്പാടമാക്കുന്ന സ്കൂളിൽ ചേർത്തി. അവൾ 10 വയസ്സിന് മുമ്പായി ഖുർആൻ മുഴുവൻ ഹൃദയസ്ഥമാക്കി. കുഞ്ഞു കൈകൾ ഉയർത്തി ഓരോ നമസ്കാരത്തിന് ശേഷവും രാത്രി തഹജ്ജുദ് നമസ്കരിച്ചും പ്രാർത്ഥിക്കുന്നത് കണ്ട് ഞാൻ ആശ്ചര്യപ്പെട്ടു. അൽഹംദുലില്ലാഹ്. എന്നാലും നൊമ്പരം എന്റെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. വാപ്പാക്ക് ഇതൊന്നും കാണാനും അറിയാനും കഴിയുന്നില്ലല്ലോ എന്ന്. ഒരു ദിവസം അസ്മ പറഞ്ഞു, ഉമ്മ ഇന്ന് രാത്രി ഞാൻ ഉപ്പാടെ അരികിൽ നിൽക്കട്ടെ? ഓ വേണ്ട മോളെ, മോള് ഒന്നും ആശുപത്രിയിൽ നിൽക്കണ്ട. എന്നാൽ അവൾക്കൊരു നിവൃത്തിയുമില്ല. ആവശ്യം പലതവണ ആവർത്തിച്ച് കരച്ചിലിന്റെ വക്കിലെത്തി. സമ്മതിക്കാതെ നിവൃത്തിയില്ലാതായി. അവളുടെ വാശിക്ക് മുമ്പിൽ എനിക്ക് ഉത്തരമില്ലാതായി. ഇനി നമുക്ക് അസ്മയുടെ വാക്കുകളിലൂടെ ബാക്കി ഭാഗം കേൾക്കാം. ഞാൻ മഗ്‌രിബ് നമസ്കരിച്ച് ആശുപത്രിയിലേക്ക് പോയി. എന്തോ സംഭവിക്കാൻ പോകും പോലെ മനസ്സ് പറഞ്ഞു. ഞാൻ എൻ്റെ ഉപ്പയുടെ കട്ടിലിനടുത്ത് ഒരു കസേരയിലിരുന്നു. ക്ഷീണിതനാണ് ഉപ്പയുടെ മുഖമെങ്കിലും ആ മുഖത്ത് ഈമാനിന്റെ ഹൃദ്യത ഉള്ളതുപോലെ, അതേ മുഖം എന്തോ സംതൃപ്തി അനുഭവിക്കുന്നത് പോലെ. ഞാൻ ഉപ്പാടെ അടുത്തിരുന്ന് അൽ-ബഖറ ഓതാൻ തുടങ്ങി. കുറെ ഓതി ഞാൻ ഉപ്പാനെ തടവിക്കൊടുത്തു. വീണ്ടും ഞാൻ നമസ്കരിച്ചു. കുറെ അധികം നമസ്കരിച്ച് പ്രാർത്ഥിച്ചു. അല്ലാഹുവേ, എൻ്റെ ഉപ്പയുടെ അവസ്ഥ നിനക്കറിയാം. അദ്ദേഹത്തെ നീ വിഷമിപ്പിക്കരുത്. എനിക്കെന്റെ ഉപ്പയെ തിരിച്ചു തരണം തമ്പുരാനെ. ഇടയ്ക്കിടെ നമസ്കരിച്ചും ഓതിയും ഉപ്പാനെ തടവിക്കൊണ്ടും ഞാൻ കഴിച്ചുകൂട്ടി. പെട്ടെന്ന് ഞാനൊന്ന് മയങ്ങിപ്പോയി. നിന്റെ നാഥൻ ഉണർന്നിരിക്കുമ്പോൾ നീ ഉറങ്ങുകയാണോ? ആരോ എന്നെ വിളിച്ചുണർത്തിയതുപോലെ. ഞാൻ വേഗം പോയി ഒന്നുമെടുത്ത് നമസ്കരിച്ചു ഖുർആൻ ഓതി ഉപ്പാനെ തടവിക്കൊണ്ടിരുന്നു. വീണ്ടും എന്നെ ഉറക്കം ബാധിച്ചു. പെട്ടെന്ന് ഞാൻ നെട്ടി ഉണർന്നപ്പോൾ എൻ്റെ ഉപ്പ കണ്ണുകൾ തുറക്കാൻ ശ്രമിക്കുന്നു. ആരാണിവിടെ? നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? എൻ്റെ ഉപ്പയുടെ ചോദ്യം. ഞാൻ ഉപ്പയുടെ കൈ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഉപ്പ, ഞാൻ ഉപ്പയുടെ അസ്മയാണ്. ഉപ്പ പെട്ടെന്ന് കൈ വലിച്ചിട്ട് എന്നെ മനസ്സിലാകാത്തതിനാൽ മാറിപ്പോവുക നീ എന്ന്. എന്നെ തൊടല്ലേ, അത് ഹലാലല്ല. ഞാനാകെ വിഷമിച്ചു. ഓടിപ്പോയി ഡോക്ടറെ വിളിച്ചു കൊണ്ടുവന്നു. ഡോക്ടർ അമേരിക്കൻ സ്റ്റൈലിൽ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു. അതേ മിറാക്കിൾ. അൽഹംദുലില്ലാഹ്, എൻ്റെ ഉപ്പ ഉണർന്നു ദീർഘമായ ഉറക്കത്തിൽ നിന്ന്. എന്നിട്ട് പറയുകയാണ്, ഞാൻ ദുഹാ നമസ്കരിക്കാൻ ഉദുവെടുത്തിരുന്നല്ലോ, പക്ഷേ നമസ്കരിച്ചിട്ടില്ല. അപകടം പറ്റിപ്പോയപ്പോഴത്തെ അവസാനത്തെ ഓർമ്മയാണത്. അൽഹംദുലില്ലാഹ്, ഉപ്പ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ആരോഗ്യം വീണ്ടെടുത്ത് 2 ആഴ്ചക്കകം വീട്ടിൽ പോയി. ബാക്കി അസ്മയുടെ ഉമ്മ പറയട്ടെ, എൻ്റെ പൊന്നുമകളുടെ പ്രാർത്ഥന നാഥൻ കേട്ടു. ഞങ്ങൾ സമാധാനത്തോടെ ഇന്ന് ജീവിക്കുന്നു. ഞങ്ങൾക്കിന്ന് 2 വയസ്സായ ഒരു ആൺകുട്ടിയുണ്ട്. ഉമ്മു അസ്മ തുടരുന്നു. ഞാൻ ഈ സംഭവം നിങ്ങളുമായി പങ്കുവെച്ചതിന് ഒരു കാരണമുണ്ട്. നാം ഒരിക്കലും റബ്ബിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശരാകരുത്. വൈകിയാണെങ്കിലും റബ്ബ് ഉത്തരം തരും എന്ന പാഠം എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം എന്ന്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇതുപോലെ പ്രയാസപ്പെടുന്ന ഒട്ടധികം നൊമ്പരങ്ങൾ പേറി ജീവിക്കുന്നവരാണ് നിങ്ങളും. അത് നാഥനോട് ഏറ്റുപറഞ്ഞ് പ്രതീക്ഷയോടെ അവനെ കാത്തു നിന്നാൽ ഒരു സംശയവും വേണ്ട, എപ്പോഴെങ്കിലും എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനക്ക് അല്പം വൈകിയാണെങ്കിൽ പോലും ഉത്തരം കിട്ടും എന്നതിൻ്റെ നല്ല ഒരു ഉദാഹരണമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെച്ചത്. സഹോദരങ്ങളെ, മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന വേണ്ടിക്ക് ഇമാമ് പള്ളിയിൽ വിളിച്ചുകൂട്ടി. പള്ളിയിലല്ല, മൈതാനത്ത്. മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. എല്ലാവരും ജീവികളും വന്നു പ്രവാചകന്റെ കൽപ്പന അനുസരിച്ച്. വീട്ടിലുള്ള പശുക്കളുമൊക്കെ വന്നു. പക്ഷേ ഒരു കുട്ടി മാത്രം കൊടയെടുത്ത് വന്നു അത്രേ. ആ കുട്ടിക്ക് എത്ര ബോധ്യമുണ്ട്, ഈ മഴയെ പ്രാർത്ഥിച്ചാൽ, മഴയില്ലാതെ നൊമ്പരപ്പെടുന്ന പ്രയാസപ്പെടുന്ന അള്ളാഹുവിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചാൽ അന്ന് മഴ പെയ്യുമെന്ന് ഉറച്ച ബോധ്യത്തോടു കൂടിയാണ് കുട്ടി കൊടയെടുത്ത് വന്നത് എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ പോലും ആത്മവിശ്വാസം നമുക്ക് അള്ളാഹുവിന്റെ പ്രാർത്ഥനയിലില്ല. എത്ര ഞാൻ ചേടുന്നു, എത്ര ഞാൻ ചോദിച്ചു, എന്നിട്ടും തരുന്നില്ലല്ലോ, ഞാൻ എന്താ ഇത്ര വലിയ പാപിയാണോ എന്ന് നൊമ്പരപ്പെടുന്ന ആളുകൾക്ക് ഈ കുട്ടിയുടെ ഈമാനെങ്കിലും ഹൃദയത്തിൽ സൂക്ഷിക്കണം. ചോദിച്ചാൽ ഉത്തരം കിട്ടുമെന്നും മഴ പെയ്യിക്കും എന്ന ദൃഢബോധ്യത്തിൽ, അഥവാ നമുക്ക് അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാകാതെ തേടിക്കൊണ്ടേ ഇരിക്കാൻ കഴിയണം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം.
പ്രവാചകന്റെ വാക്ക്, നിങ്ങൾ ദൃഢബോധ്യത്തോടുകൂടി ഉത്തരം കിട്ടുമെന്ന ദൃഢബോധ്യത്തോടുകൂടി നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഹൃദയത്തിൽ വിശ്വാസമില്ലാതെ ചാഞ്ചാട്ട മനസ്ഥതയോടുകൂടി ചോദിച്ചു നോക്കുക, കിട്ടും, ആയാലായി എന്ന ഒരു അവസ്ഥയിൽ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. അങ്ങനെയുള്ളവൻ അള്ളാഹു ഉത്തരം കൊടുക്കില്ല. ഉറപ്പായും കിട്ടും. ഉത്തരം ഉറപ്പ് എന്ന ദൃഢബോധ്യത്തോടു കൂടി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നത് പ്രവാചകനാണ്. പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല എന്ന് പറയുന്ന ആളെന്ന് പറയും, നിങ്ങൾ എത്ര ഞാൻ ചോദിച്ചു അല്ലേ, എത്ര ചോദിച്ചു, മക്കൾ വഴിതെറ്റി പോകുന്നു, പക്ഷെ ഇപ്പോഴും അവൻ അങ്ങനെയാണ്. പണമുണ്ടാകാൻ വേണ്ടി ദാരിദ്ര്യത്തിന്റെ കയത്തിൽ ജീവിച്ച ആളുകൾ ചോദിച്ചിട്ടും അടുത്തു പോയി. പാതിരാവിലും ചോദിച്ചു, പകൽ വെളിച്ചത്തിലും ചോദിച്ചു, നമസ്കാരത്തിന് മുമ്പും ശേഷവും സുജൂദിൽ കിടന്ന് ചോദിച്ചു, കിട്ടുന്നില്ലല്ലോ എന്നാണ് നമ്പരം. പക്ഷേ നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങളുടെ പ്രാർത്ഥന ഒരിക്കലും വൃഥാവിലാകില്ല. മൂന്നാലൊരു വഴിയിലൂടെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയേ പറ്റൂ. മൂന്നാലൊരു വഴിയേത് എന്ന് മാത്രമാണ് വിഷയം. ഒന്ന്, പ്രാർത്ഥിച്ച ഉടനെ ഉത്തരം കിട്ടുന്ന ഭാഗ്യവാന്മാരായ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഉടനെ തന്നെ ഓൺ ദ സ്പോട്ടിൽ എപ്പോഴാണോ പ്രാർത്ഥിച്ചത്, എന്തിനാണോ പ്രാർത്ഥിച്ചത്, ആ പ്രാർത്ഥനയ്ക്ക് അപ്പോൾ തന്നെ സൃഷ്ടിനാഥൻ ആകാശത്ത് നിന്ന് നന്മിറക്കി ഉത്തരം ചെയ്യുന്നതാണ് ഒരു രീതി. ഇതന്നെ എപ്പോഴും കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കരുത്. രണ്ടാമത്തേതും ചിലപ്പോൾ വരും, അഥവാ കുറച്ച് കഴിഞ്ഞ് അല്ലെങ്കിൽ കുറേ കഴിഞ്ഞ്. അത് ചിലപ്പോൾ പരലോകം വരെ നീണ്ടു നിൽക്കാം. ഇവിടെ തന്നാൽ ചിലപ്പോ ആ പ്രാർത്ഥനക്ക് 1 കോടി രൂപ ചോദിച്ചിട്ട് ഇവിടെ തന്നില്ല. അത് നാഥൻ ഇവിടെ തരാതിരുന്നത് നിങ്ങളുടെ നന്മ ഉദ്ദേശിച്ചാണ്. പരലോകത്തേക്ക് നീട്ടിവെക്കാം. ചിലപ്പോ വർഷങ്ങളെടുത്ത്, ഇപ്പൊ ചോദിച്ചതിന് വർഷങ്ങളെടുത്ത് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. രണ്ടാമത്തെ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്ന രീതിയെ കുറിച്ചാണ് ഈ പറഞ്ഞത്. മൂന്നാമത്തേത്, അപകടങ്ങൾ തട്ടിമാറ്റിക്കൊണ്ട്. നിങ്ങൾ ചോദിച്ചത് പണമുണ്ടാകാനാണ്, പക്ഷേ നിങ്ങൾക്ക് വരാനുള്ള ദുരന്തത്തെ തട്ടി നീക്കിക്കൊണ്ടാണ് ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം സ്വീകരിക്കുക. ഈ 3 വഴികൾ പ്രവാചകൻ പഠിപ്പിച്ചതാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അവരോട് പറയാനുള്ളത്, ഈ 3-4 വഴിയിലൂടെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയേ പറ്റൂ. നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ, മുഅ്മിനാണെങ്കിൽ, മുസ്ലിമാണെങ്കിൽ ഈ വഴികളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വരാതിരിക്കില്ല എന്ന് ഹൃദയം കൊണ്ട്, മനസ്സുകൊണ്ട്, നിങ്ങളുടെ ചിന്ത കൊണ്ട് നിങ്ങൾ ഉറപ്പിച്ചോളൂ. ഒരു സംശയവും വേണ്ട സഹോദരങ്ങളെ. പെട്ടെന്ന് ഉത്തരം കിട്ടണം എന്ന് നിങ്ങൾ ധൃതി പിടിക്കരുത്. ഇപ്പോ തന്നെ വേണം എന്ന കുട്ടികളുടെ വാശിയെ പോലെ നിങ്ങൾ അള്ളാഹുവിനോട് വാശി പിടിക്കരുത്. അത് വരും, അള്ളാഹുവിനറിയാം. ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്താൽ അവൻ നന്നാകുമോ, ചിലപ്പോൾ ഉത്തരം കൊടുത്താൽ തലതിരിഞ്ഞു പോകുമോ എന്ന്. ചോദിച്ചത് മുഴുവൻ തന്നാൽ ചിലപ്പോൾ തലവറം നന്നതേക്കുമോ എന്നവൻ അറിയാം. അത് വരാതിരിക്കാൻ ഉത്തരം നീട്ടിവെക്കും അവൻ. വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും കിട്ടുക, അല്ലെങ്കിൽ ചിലപ്പോൾ കാലങ്ങളപ്പുറോ എത്രയോ കഴിഞ്ഞു കിട്ടും. ഇവിടെ കിട്ടിയില്ലെങ്കിൽ അവിടെ കിട്ടും എന്നതിന്റെ ബോധ്യം മനസ്സിൽ ഊട്ടിയുറപ്പിച്ചോളും. ഇനി അതല്ലെങ്കിൽ അപകടങ്ങൾ തട്ടിമാറ്റിക്കൊണ്ട്, ജീവിതത്തിൽ ഒട്ടധികം അപകടങ്ങൾ തട്ടിമാറ്റിയ അനുഭവങ്ങൾ എനിക്ക് പറയാറുണ്ട്. അപകടങ്ങൾ ജീവിതത്തിൽ മരണം മുമ്പിൽ കാണുമ്പോ അതിനെ തട്ടിമാറ്റിയ അള്ളാഹുവിന്റെ അദമ്യമായ കാരുണ്യത്തിന്റെ നിറവടമായ അത് എന്നെ ജീവിതത്തിൽ 2 തവണ ചുരുങ്ങിയത് എനിക്കെടുത്തു പറയാൻ കഴിയും. ഖത്തറിലെ ജീവിതത്തിൽ കടുത്ത മഞ്ഞുള്ള സമയത്ത് 80 കിലോമീറ്റർ സ്പീഡിൽ സ്പീഡ് ട്രാക്കിൽ പോയിക്കൊണ്ടിരിക്കെ അവിടെ മൂടൽ മഞ്ഞ് വന്നിട്ട് വാഹനങ്ങൾ ഒന്നിച്ചൊന്നിച്ചടിച്ചടിച്ച് 10-40 വണ്ടികൾ ആക്സിഡന്റ് ആയി കണ്ടിരിക്കുമ്പോ ഞാനും ആ കൂട്ടത്തിൽ പെടേണ്ടതായിരുന്നു എന്ന്. പക്ഷേ ഞാൻ എപ്പോഴോ പ്രാർത്ഥിച്ച പ്രാർത്ഥന, അള്ളാഹു അവിടെ രക്ഷക്ക് കാവലായി എന്റെ മുമ്പിൽ വന്നു എന്നത് ഇപ്പോഴും ഞാൻ ശുക്രോടുകൂടി, നന്ദിയോടുകൂടി, ഹൃദയനമ്പരത്തോടുകൂടി, അവരോടുള്ള പ്രാർത്ഥനയോടുകൂടി ഓർക്കാറുണ്ട്. ആ വണ്ടി അവിടെ നിന്ന് ഞാൻ ഇടത്തോട്ട് എങ്ങനെയോ ബ്രേക്ക് ഇട്ട് നിർത്തി. ആ വണ്ടിയുടെ തൊട്ടില്ല എന്ന രൂപത്തിൽ. അള്ളാഹുവിന്റെ അദമ്യമായ കാരുണ്യമാണ്. അവിടെ തീർന്നില്ല എന്റേത്. പിറകിൽ, എന്റെ ഗ്ലാസ്സിലൂടെ പിറകിൽ നോക്കിയപ്പോ ചീർത്തലഞ്ഞ ഒരു ലാൻഡ് ക്രൂസറാണ് വരുന്നത്. ആർത്തലച്ച് 120 സ്പീഡിലാണ് വരുന്നത്. ഞാൻ എപ്പോഴോ പ്രാർത്ഥിച്ച പ്രാർത്ഥന, ആ വണ്ടി എന്റെ അടുത്തെത്തിയപ്പോഴേക്കും അത് ഇടത്തോട്ട് മാറ്റുകയും അവിടെയുള്ള ബാരിക്കേഡ് തട്ടിത്തെറിപ്പിച്ച് ചീറിപ്പായുകയും ചെയ്തു. ഞാൻ വീണ്ടും ഗ്ലാസ്സിൽ നോക്കിയിരിക്കെ ഒന്നും ചെയ്യാനില്ല. അവിടെ നാഥനോട് പ്രാർത്ഥിക്കുകയല്ലാതെ വീണ്ടും ഗ്ലാസ്സിൽ നോക്കിയിരുന്നപ്പോ മറ്റൊരു വാഹനം വരികയും അത് എന്റെ അടുത്തെത്തുകയും വലത്തോട്ട് അവിടെയുള്ള വാഹനങ്ങളെ മുഴുവൻ തട്ടിത്തെറിപ്പിക്കുകയും ചെയ്തു. എന്നെ മാത്രം എന്റെ നാഥൻ രക്ഷിച്ചെടുത്തതിന്റെ അത് വല്ലാത്ത സന്തോഷത്തിന്റെ ആനന്ദം ഞാൻ അനുഭവിച്ചു.
10-20 വർഷങ്ങൾക്ക് മുമ്പത്തെ കഥയാണ് ഈ പറയുന്നത്. ഇപ്പോഴും നടന്ന സംഭവം പോലെ മനസ്സിൽ ആ ഇടയ്ക്കിടെ ഓർമ്മ വരും. നാഥന്റെ ആ കരുണാമയനായ നാഥൻ എന്നോട് കാണിച്ച കാരുണ്യത്തിന്റെ പ്രാർത്ഥനക്ക്, ഞാൻ എപ്പോഴോ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഉത്തരം അപകടങ്ങൾ തട്ടിമാറ്റിക്കൊണ്ടുവരും എന്ന പ്രവാചകന്റെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ പുലർന്നതിന്റെ അനുഭവ പാഠമാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ നിങ്ങൾ അറിയാതെ നിങ്ങൾ എപ്പോഴോ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി നിങ്ങളെ രക്ഷപ്പെടുത്തിയതിന്റെ ഒട്ടധികം അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന്, ഉറപ്പായും ഉണ്ടാകും എന്ന് നിങ്ങൾ വിശ്വസിക്കുക. രണ്ടാമത്തെ ഒന്ന്, എൻ്റെ കുട്ടികളെ മദ്രസയിലാക്കിയിട്ട്, ഖത്തറിൽ അവരെ ഇവിടെ വന്ന കുട്ടി ഉൾപ്പെടെ മദ്രസയിലാക്കിയിട്ട് ഞാനൊരു പാർക്കിംഗ് സ്ലോട്ടിൽ വണ്ടിയിട്ട് ഫോൺ വിളിക്കുകയാണ് ആരെയോ. തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അപ്പോഴുണ്ട് ഒരു വലിയ ബസ് അടിച്ചുടച്ച് എൻ്റെ വാഹനം മുഴുവൻ തകർന്നു. ഞാൻ മാത്രം രക്ഷപ്പെട്ടു. അതിലുള്ള പേപ്പറുകൾ മാത്രം പെറുക്കിയെടുത്ത് എൻ്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ച് ഞാൻ പൊട്ടിക്കരഞ്ഞ നിമിഷം, അല്ലാഹുവിന്റെ അദമ്യമായ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുട്ടികൾക്ക് തൊട്ടു മുമ്പ് 5 മിനിറ്റ് മുമ്പ് മാത്രം ആ കുട്ടികളിൽ ഉണ്ടായിരുന്നെങ്കിൽ അപകടം അല്ലാഹു എന്നെ രക്ഷിച്ചു എന്നാണ് ഞാൻ പറയുക. അത് കഴിഞ്ഞ് എന്നെ കൂടെ കൊണ്ടുപോകേണ്ടിയിരുന്ന വാഹനം മുഴുവൻ തകർത്ത ആ ബസ്, പക്ഷേ എന്നെ മാത്രം രക്ഷിച്ചെടുത്തതിന് ഒരു പോറൽ പോലും ഏൽക്കാതെ, ഒരു തരിമ്പും ഒരു തരത്തിലുമുള്ള അപകടമില്ലാതെ രക്ഷിച്ചെടുത്തത് ഞാൻ എപ്പോഴോ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഫലമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. തിരസ്കരിക്കാത്ത പ്രാർത്ഥനകൾ പ്രവാചകൻ പറഞ്ഞു, മൂന്നാളുകളുടെ പ്രാർത്ഥന അല്ലാഹു ഒരിക്കലും തട്ടില്ല. നോമ്പുകാരൻ നോമ്പ് പിടിച്ച് നോമ്പ് തുറക്കുന്നത് വരെയുള്ള സമയമില്ലേ, പ്രാർത്ഥിച്ചോളൂ സഹോദരങ്ങളെ. ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടത് മുഴുവൻ പ്രാർത്ഥിക്കുക, അല്ലാഹു ഒരിക്കലും തട്ടില്ല എന്ന് പ്രവാചകൻ, ഒരിക്കൽ പോലും കളവ് പറയാത്ത, വെറും വർത്തമാനം പറയാത്ത, അക്ഷരാർത്ഥത്തിൽ എല്ലാം പുലർന്ന പ്രവാചകന്റെ വാക്കാണ് 3 ആളുകളുടെ പ്രാർത്ഥന അല്ലാഹു തട്ടില്ല എന്ന്. ഒന്നാമത്തേതാണ് നോമ്പുകാരൻ നോമ്പ് തുറക്കുന്നത് വരെയുള്ള പ്രാർത്ഥന എന്ന്. രണ്ടാമത്തേത് അൽ ഇമാമുൽ ആദിൽ, നീതിമാനായ സത്യസന്ധനായ നല്ല ഭരണാധികാരി തന്റെ പ്രജയ്ക്ക് വേണ്ടി, തന്റെ നാട്ടിന്റെ ഐശ്വര്യത്തിന് വേണ്ടി, തനിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, നീതിമാനായ ഭരണാധികാരിയാണെങ്കിൽ, സത്യസന്ധനും പ്രജാവത്സലനുമാണെങ്കിൽ അവന്റെ പ്രാർത്ഥനയും തട്ടപ്പെടില്ല എന്ന് പ്രവാചകന്റെ വാക്ക്. വദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ വാക്കുകൾ, അവന്റെ നൊമ്പരങ്ങൾ അല്ലാഹു അറിയുന്നുണ്ട്, അവന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും എന്ന്. യർഫഉഹല്ലാഹു ഫൗഖൽ ഗമാം, ആകാശത്തിന്റെ മേലാപ്പുകളിലേക്ക്, കാർമേഘങ്ങളിലേക്ക്, മുകളിലേക്ക് അവന്റെ പ്രാർത്ഥന ഉയർന്നു പോകും. ആ പ്രാർത്ഥനക്ക് ആകാശത്തിന്റെ കവാടങ്ങൾ മലർക്കെ തുറന്നു കൊടുക്കും. അങ്ങനെ നാഥൻ പറയും, ആക്രമിക്കപ്പെട്ടവൻ, ഇന്ത്യയിൽ പതിതരായ മുസ്ലിങ്ങളുടെ ഹൃദയനൊമ്പരത്തിന്റെ പ്രാർത്ഥനകൾ നാഥൻ കേട്ടുകൊണ്ടിരിക്കുകയും അത് ആകാശലോകം തുളച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. ആ നാഥൻ എനിക്കും നിങ്ങൾക്കും ഇന്ത്യയിലെ പതിതരായ മോഡിയുടെ ഫാസിസ്റ്റ് ഗവൺമെന്റിന് നേരെ അങ്ങനെ ചതഞ്ഞരഞ്ഞു മരിക്കേണ്ടി വരുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനകൾ കേട്ടുകൊണ്ടിരിക്കുന്നു അവൻ. അല്പം കഴിഞ്ഞാണെങ്കിലും ഈ വിശ്വാസികളെ, ഈ പതിതരായ പാവങ്ങളായ ഈ 20 കോടി മനുഷ്യരെ ഞാൻ സഹായിക്കുമെന്ന് അല്ലാഹു ആകാശത്ത് വന്ന് വിളിച്ചു പറയുന്നുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ലെന്ന് പറയുന്ന ആളുകൾ പ്രവാചകന്റെ വാക്കുകളിൽ വിശ്വാസം കുറഞ്ഞവരാണെന്ന് പറയേണ്ടി വരും. അള്ളാഹുവിന്റെ വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലേക്ക് കടന്നിട്ടില്ല എന്ന് നമുക്ക് അങ്ങനെയുള്ള ആളുകളെ കുറ്റപ്പെടുത്തേണ്ടി വരും. ഒരുപാട് ഹദീസുകൾ, ഞാൻ സമയം വൈകിയത് കൊണ്ട് അത് പറയുന്നില്ല. തീർച്ചയായും അള്ളാഹു സ്വർഗത്തിൽ സുഹൃതവാനായ ഒരു അടിമയുടെ പദവി ഉയർത്തുന്നതാണ്. നബി പറഞ്ഞൊരു ഹദീസാണ് പറയുന്നത്. അപ്പോൾ അവൻ ചോദിക്കും, രക്ഷിതാവേ, എനിക്ക് ഈ പദവി എവിടെ നിന്നാണ്? അള്ളാഹു പറയും, നിന്റെ സന്തതി നിനക്ക് വേണ്ടി പൊറുക്കലിനായി നടത്തിയ ദുആയുടെ ഫലമാണ്. നീ മരിച്ചതിന് ശേഷവും അവനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ച് അങ്ങനെയുള്ള ഒരു മകൻ മകളുണ്ടായത് കൊണ്ട് നിന്റെ മരണാനന്തരവും അവൻ നിന്റെ ഖബറിൽ വന്ന് നിനക്ക് വേണ്ടി നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിച്ച പ്രാർത്ഥനയില്ലേ, അതുകൊണ്ടാണ് നീ സ്വർഗത്തിൽ അത്യുന്നതങ്ങളിൽ എത്തിപ്പെട്ടത് എന്ന്. നമ്മൾ മാത്രം പ്രാർത്ഥിക്കുകയല്ല, മക്കളും കൂടെ വേണം സ്വർഗത്തിൽ എന്ന അദമ്യമായ ആഗ്രഹം മാത്രം പോരാ. അതിനുള്ള സ്ഥാപനങ്ങളും സംവിധാനങ്ങളും തേടിപ്പിടിച്ച് ഭൗതികമായ നിങ്ങൾ ഏത് വളർച്ച ഉണ്ടാക്കുന്നതിലും അപ്പുറം ആത്മീയമായ ഇസ്ലാമികമായ വളർച്ചയും ഖുർആനികമായ ഉയർച്ചയും ഉണ്ടാക്കിയാൽ
ഇങ്ങനത്തെ സന്താനം നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനം അതുണ്ടാക്കാൻ കഴിയുന്നവർ ഭാഗ്യവാന്മാരാണ്. അവരുടെ പ്രാർത്ഥന അവർക്ക് മരണാനന്തരവും കിട്ടിക്കൊണ്ടിരിക്കും എന്ന് പ്രവാചകൻ മറ്റൊരിക്കൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന പ്രത്യേക സന്ദർഭങ്ങൾ ഓർത്തു വെച്ചോളൂ. ഞാൻ ഈ പറയുന്ന 3 കാര്യങ്ങൾ: ഒന്ന്, പ്രത്യേക സന്ദർഭങ്ങൾ, പ്രത്യേക ഇടങ്ങൾ, സ്ഥലങ്ങൾ, പ്രത്യേകം സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞിട്ട് ഒന്ന്, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ. ഇതിനൊക്കെ ഹദീസിന്റെ പിൻബലമുണ്ട്. തൊട്ടുപുറത്ത് ആരെയാണ് റിപ്പോർട്ട് ചെയ്തെന്ന് പറയുന്നുണ്ട്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഒരു മനുഷ്യൻ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് 2 റക്അത്ത് നമസ്കരിച്ച് ആ പായലിരുന്ന് അല്ലാഹുവോട് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ചോദിച്ചാൽ അത് തിരസ്കരിക്കപ്പെടാത്ത പ്രാർത്ഥനകളിൽ ഒന്നാണത്. രണ്ടാമത്തേത്, റമദാനിലെ ലൈലത്തുൽ ഖദ്റിനെ കാത്തു കെട്ടി കിടന്ന് ആ സമയത്ത് സജീവമായ ഒരു മനുഷ്യനായി മാറി ഉറക്കം ചടവിൽ നിന്ന് എഴുന്നേറ്റ് ആ ദിവസം പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ ഷുവർട്ടിയുള്ള സന്ദർഭങ്ങളിൽ ഒന്നാണ്. ജുമുഅ ദിവസത്തിൽ പ്രത്യേകമായ ഒരു സമയം പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണെന്ന് പറഞ്ഞില്ല, പക്ഷെ അല്പമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ജുമുഅക്ക് ദിവസം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകളിൽ പെട്ടതാണത്. ജുമുഅ ദിവസത്തിന്റെ രാത്രി, വ്യാഴാഴ്ച രാത്രി, വെള്ളിയാഴ്ച രാവ് എന്ന് പറയുന്ന സമയത്ത് അല്ലാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും എന്ന് പ്രവാചകൻ പറയുന്നു. ബാങ്കിലും ഇഖാമത്തിലും ഇടയിലുള്ള ആ സമയത്ത് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും എന്ന് പ്രവാചകൻ. അതുപോലെ തന്നെ നിർബന്ധ നമസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥന പലരും ഒഴിവാക്കുകയോ അവഗണിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആ സമയത്തുള്ള പ്രാർത്ഥന, അറഫാ ദിനങ്ങളിൽ ആ മലമുകളിൽ കടന്ന് അല്ലാഹുവിനോട് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി പ്രാർത്ഥിച്ചാൽ ഒരിക്കലും തിരസ്കരിക്കപ്പെടില്ല എന്ന് പ്രവാചകന്റെ ഉറപ്പ്. നോമ്പ് തുറക്കുന്ന സമയത്ത് നോമ്പുകാരൻ ഒരു സന്ദർഭമുണ്ട്, അത് പ്രാർത്ഥിച്ചാൽ അങ്ങനെ സ്വീകരിക്കുമെന്ന് പറയുന്ന ആ സമയത്തും പാട്ടും കൂത്തും മൊബൈലുമായിട്ട് നടക്കുമ്പോൾ അതിനപ്പുറം അതൊക്കെ മാറ്റിവെച്ച് അല്പം ആത്മീയതയുടെ ഒരു അവസ്ഥ സൃഷ്ടിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ ഉത്തരം കിട്ടുന്ന സുവട്ടിയുള്ള സമയമാണത്. ഖുർആൻ പാരായണത്തിനും ഖുർആൻ മുഴുവൻ ഒരാവർത്തി ഓതിയത് പാരായണം ചെയ്തതിന് ശേഷമുള്ള പ്രാർത്ഥന, ഖുർആൻ ഖത്മുൽ ഖുർആൻ തീർത്തിട്ട് പിന്നീട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ, അതുപോലെ തന്നെ ഇമാം ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ഒരു പ്രാർത്ഥന. നമുക്ക് പ്രാർത്ഥനക്ക് സന്ദർഭങ്ങളില്ല സഹോദരങ്ങളെ. എപ്പോഴാണോ പറ്റുന്നത് അപ്പോഴൊക്കെ, ഏതൊക്കെ സന്ദർഭങ്ങളിൽ പറ്റുമോ അപ്പോഴൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം എന്നതിന് സുജൂദിൽ കിടന്നും അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്, ശേഷം വരുന്നുണ്ട്. കഅബയുടെ അകത്ത് പോയി പ്രാർത്ഥിച്ചാൽ ആ പ്രത്യേക ഇടങ്ങളിൽ പറയുന്നത്, ഒന്ന് കഅബയുടെ അകത്ത്, മറ്റത് മുൽത്തസിം, അതുപോലെ തന്നെ സംസം കിണറിന്റെ സമീപത്ത്, സഫാ മർവ കുന്നുകളിൽ, സഫാ മർവയിൽ സഈ നടത്തുന്ന സ്ഥലത്ത്, മഖാമു ഇബ്രാഹിമിനടുത്ത്, അറഫയിൽ, മുസ്ദലിഫയിൽ പ്രത്യേകം സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥന, മക്കളുടെ കാര്യത്തിൽ മാതാപിതാക്കളുടെ പ്രാർത്ഥന. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഒരു തരത്തിലും അവരെ ശപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കരുത്. അവർക്ക് നാശമുണ്ടാകാൻ, മക്കൾക്ക് നാശമുണ്ടാകാൻ പ്രാർത്ഥിച്ചാൽ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. മാതാപിതാക്കളിൽ നിന്ന് മക്കളുടെ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഹതഭാഗ്യരായ മക്കളുണ്ടാകട്ടെ അരുതേ എന്നാണ് പ്രാർത്ഥന. അവരെ നിങ്ങൾ ശപിക്കരുത്, അവരെ നിങ്ങൾ പഴി പറയരുത്, അവരെ നിങ്ങൾ നശിച്ചു കാണാൻ ആഗ്രഹിക്കരുത്, അവരെത്ര വലിയ കുറ്റവാളികളാണെങ്കിൽ പോലും. അതുപോലെ തന്നെ യാത്രക്കാരന്റെ പ്രാർത്ഥന, മർദ്ദിതന്റെ പ്രാർത്ഥന നേരത്തെ സൂചിപ്പിച്ചു, നീതിമാനായ ഭരണാധികാരിയുടെ പ്രാർത്ഥന, അനുസരണയുള്ള മക്കളുടെ പ്രാർത്ഥന, മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി, ഇത് രണ്ടും ഉത്തരം കിട്ടുന്ന സുവട്ടിയുള്ള ഉറപ്പുള്ള സമയങ്ങളാണ്. അതുപോലെ തന്നെ നോമ്പ് തുറക്കുമ്പോൾ നോമ്പുകാരന്റെ പ്രാർത്ഥന, സ്ഥലത്തില്ലാത്ത സഹോദരന് വേണ്ടി ഒരു മുസ്ലിം നടത്തുന്ന പ്രാർത്ഥന. അങ്ങനെ ഒട്ടധികം ഹദീസുകൾ നിങ്ങൾക്ക് സഹീഹായി വന്നാൽ എടുത്തു നോക്കിയാൽ കാണാൻ കഴിയും. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ കൂടെ. 4 ആളുകളെ കുറിച്ച്, 4 കാര്യങ്ങൾ പാഴാക്കുന്ന 4 ആളുകളെ കുറിച്ച് ഞാൻ അത്ഭുതം കൊള്ളുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു മഹാൻ പറഞ്ഞതാണ്. ലാ ഇലാഹ ഇല്ല അൻത. ജീവിതം പരീക്ഷണങ്ങളിൽ അകപ്പെടുമ്പോ എങ്ങനെയാണ് ഈ വാക്കിനെ തൊട്ട് അവൻ അശ്രദ്ധനാവുക എന്ന്. ജീവിതം പരീക്ഷണമാകുമ്പോൾ പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണ് ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനദ് ളാലിമീൻ. ആരാ പറഞ്ഞത്? യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് വേറൊരു രക്ഷയുമില്ലാതായപ്പോ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, തന്റെ കുറ്റസമ്മതമാണ്. ജീവിതത്തിൽ ദുരന്തമേറ്റുവാങ്ങേണ്ടി വരുന്ന പരീക്ഷണത്തിന്റെ ഘട്ടത്തിലകപ്പെട്ടുന്ന ആളുകൾ എങ്ങനെയാണ് ഈ പ്രാർത്ഥന അവഗണിക്കുക എന്നതാണ് ചോദ്യം. എന്നിട്ട് അള്ളാഹു അതിന് ഉത്തരം പറയാണ്. ആ ചോദ്യത്തിന് യൂനുസിന് ഉത്തരം കൊടുത്തത് അങ്ങനെ നാം അവന്റെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്നു. അവനെ പിടിച്ച് ഉലച്ചു കളഞ്ഞ ആ ദുരന്തത്തിൽ നിന്ന് നാം അവന് മോചനം നൽകി എന്ന്. പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടിയതിന്റെ ഖുർആന്റെ
വർത്തമാനമാണ് ഈ പറഞ്ഞത്. അതുപോലെ തന്നെ അജിബ്തു ലിമൻ ഇബ്തലാ ബിദുർരിൻ, പ്രയാസം വന്ന ഒരു മനുഷ്യന്റെ കാര്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നി. എങ്ങനെയാണ് അവൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാതിരിക്കുന്നത് എന്ന്. റബ്ബി ഇന്നി മസ്സനിയദ്ദുർറു വഅൻത അർഹമുർ റാഹിമീൻ. ആര് പറഞ്ഞ പ്രാർത്ഥനയാണത്? അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പരീക്ഷണത്തിന്റെ തീച്ചൂളയിലകപ്പെട്ടപ്പോ ശരീരം ഏതോ അർത്ഥത്തിൽ ചീഞ്ഞളിഞ്ഞ് കുഷ്ഠം വന്ന് സമൂഹത്തിലെ എല്ലാ ആളുകളും വിട്ടകന്നു മാറിയപ്പോ, ബന്ധുക്കളും അയൽവാസികളും മക്കളും ഒക്കെ അദ്ദേഹത്തെ കൈയൊഴിഞ്ഞപ്പോ, ആ മനുഷ്യൻ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോ ഭാര്യ നിർബന്ധിച്ച് എങ്കിൽ താങ്കൾ അല്ലാഹുവിന്റെ പ്രവാചകനല്ലേ, പ്രാർത്ഥിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോ, എത്ര കാലമാണ് ഞാൻ സുന്ദരനായിട്ട് പ്രയാസമില്ലാതെ ജീവിച്ചത്? 70 വർഷം. എത്ര കാലമായി എനിക്ക് ഈ അസുഖം വന്നിട്ട്? 7 വർഷം. 70 വർഷം ഈ അസുഖത്തിൽ തുടർത്താതെ എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും അർഹതയില്ല എന്ന് പറഞ്ഞ മഹാനവറുകൾ അദ്ദേഹത്തോട് പക്ഷെ ഭാര്യ നിർബന്ധിച്ച് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ പ്രാർത്ഥന ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. നാഥ, എനിക്കൊരു വിപത്ത് ബാധിച്ചിട്ടുണ്ട്, നീ കരുണയുടെ കടലും. എനിക്കൊരു വിപത്ത് ബാധിച്ചിട്ടുണ്ട്, നീ കരുണാമയനും. ഇത്രേ പറഞ്ഞുള്ളൂ. എന്നിട്ടോ എന്നിട്ട് അല്ല പറയാ, അവന് നാം അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. ആ മനുഷ്യനകപ്പെട്ട ദുരന്തത്തിൽ നിന്ന് നാം അവന് ശമനം നൽകി. ഈ അനുഭവങ്ങളൊക്കെ ഖുർആനിൽ ഉണ്ടായിട്ട് ഇതൊക്കെ അവഗണിക്കുന്ന ആളുകളെ കുറിച്ച് എനിക്ക് അത്ഭുതം എന്നാണ് ഈ എഴുതിയ ആൾ പറയുന്നത്. അങ്ങനെ നിങ്ങൾ ഓരോന്നെടുത്ത് പറയാൻ ഞാൻ നിങ്ങൾക്ക് 12:30 നിർത്താം എന്നതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പോകുന്നത്. നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല എന്നാണെങ്കിൽ ചില കാര്യങ്ങൾ പുനരാലോചന നടത്തണം. നമുക്ക് ചോദിച്ചിട്ട് കിട്ടുന്നില്ല, ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ ചില കാര്യങ്ങളിൽ പുനരാലോചന നടത്തണം. ഒരിക്കൽ ഒരു മഹാനവറുകളുടെ അടുത്തേക്ക് കുറെ ആളുകൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ നാഥൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കുക പ്രവാചകരെ, എന്നോട് നിങ്ങൾ ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും എന്ന് ഖുർആനിലില്ലേ സൂറത്തുൽ ഗാഫിറിൽ? എന്നിട്ട് എന്തേ ഞങ്ങൾ ഒരുപാട് തവണ പ്രാർത്ഥിച്ചല്ലോ, കിട്ടിയില്ലല്ലോ? പരാതി ഈ പണ്ഡിതന്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു ആളുകൾ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ ചില കാരണങ്ങളുണ്ട്, 10 കാരണങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞതാണ്. നിങ്ങൾക്ക് അള്ളാഹുവിനെ അറിയാം, അള്ളാഹുവാണ് നിങ്ങൾക്കെല്ലാം തന്നതെന്നറിയാം, പക്ഷേ അവന്റെ അവകാശങ്ങൾ നിങ്ങൾ മറന്നു കളയുന്നു. അള്ളാഹുവിനെ അറിയാം, അവനാണ് സൃഷ്ടിച്ചത്, നന്മ നൽകുന്നത്, അനുഗ്രഹം ചൊരിയുന്നത്, നിങ്ങളുടെ ജീവൻ തന്നത്, ജീവിതം തന്നത്. എന്നിട്ട് അവന് കൊടുക്കേണ്ടുന്ന അവകാശങ്ങളിൽ നിങ്ങൾ എവിടെയെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് കാരണം നിങ്ങൾക്ക് കിട്ടാതിരിക്കാൻ എന്ന്. രണ്ടാമത് പറഞ്ഞത്, നിങ്ങൾ അള്ളാഹുവിന്റെ ഖുർആൻ വായിക്കുന്നുണ്ട്, പക്ഷേ അതിൽ ഉള്ളതനുസരിച്ച് പ്രവർത്തിക്കാൻ വിമുഖത കാണിക്കുന്നില്ലേ? എന്തേ ഖുർആൻ നിങ്ങളുടെ ജീവിത വഴികാട്ടിയാണെന്ന് വിശ്വസിക്കുകയും ആ ഖുർആനിന് വിരുദ്ധം ചെയ്യുകയും ചെയ്യുന്നതിനാ? അതാണ് കാരണം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കാൻ. നിങ്ങൾ നബിതങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നുണ്ടല്ലോ, പക്ഷേ നബിതങ്ങളുടെ സുന്നത്ത് നിങ്ങൾ വിട്ടുകളയുന്നത് എന്തേ? അതാണ് കാരണം നിങ്ങൾക്ക് കിട്ടാതിരിക്കാൻ. നിങ്ങൾ ശൈത്താന്റെ ശത്രുവാണ് നിങ്ങളെന്ന് അവകാശപ്പെടുന്നുണ്ട്, പക്ഷേ ആ ശൈത്താന്റെ വഴിയിലല്ലേ നിങ്ങൾ പിന്തുടരുന്നത്? നിങ്ങളുടെ ശത്രുവാണ് ശൈത്താനെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടും ആ ശത്രുവിന്റെ പാതയിൽ തന്നെ നിങ്ങൾ പോകുന്നു. അതാണ് കാരണം നിങ്ങൾക്ക് ഉത്തരം കിട്ടാതിരിക്കാൻ. നിങ്ങൾ പറയുന്നു നിങ്ങൾ സ്വർഗത്തെ ഇഷ്ടപ്പെടുന്നു എന്ന്. സ്വർഗത്തെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ എന്തേ സ്വർഗത്തിന്റെ വഴിയിൽ കടക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നത്? സ്വർഗത്തിന്റെ വഴി സുന്ദരമായിട്ടുള്ളത്, അതിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ അതിസുന്ദരമായ വേറെ വഴികൾ തേടുന്നില്ലേ? അതാണ് കാരണം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത്. നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് നരകാഗ്നി പേടിയാണ് എന്ന്, പക്ഷേ അപ്പോഴും നിങ്ങൾ എന്തേ പാപങ്ങളിൽ മാത്രം ഉറച്ചു നിൽക്കുന്നത്? നരകത്തെ പേടി ഉണ്ടായിട്ടും പക്ഷേ പാപങ്ങൾ കുമിഞ്ഞുകൂടുന്നതിന് കാരണം അതാണ് കാരണം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത്. നിങ്ങൾ പറയുന്നു മരണം സത്യമാണെന്ന്, പക്ഷേ എന്റെ മരണത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങാത്തത്. ഉറപ്പായും വരുമെന്ന് വിശ്വസിക്കുന്ന ഒരു മരണം, അതിലേക്കുള്ള വഴിയിൽ നിന്ന് നിങ്ങൾ എന്തേ മാറിപ്പോകുന്നത്? ആ മരണത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങാതിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല. നിങ്ങൾ മറ്റുള്ളവരുടെ പാപങ്ങളെ പറ്റി സംസാരിക്കുകയാണ്, നിങ്ങൾ പക്ഷേ നിങ്ങളുടെ പാപങ്ങൾ തിരിച്ചറിയാതെ പോകുന്നുണ്ട്. മറ്റുള്ളവരെ കുറിച്ച് കുറ്റവും കുറവും ഏഷണിയും പരദൂഷണവുമായി പറഞ്ഞു നടക്കുന്ന നിങ്ങളിൽ അതുണ്ടോ എന്ന് പരതുന്നില്ല. അതാണ് കാരണം നിങ്ങൾക്ക് ഉത്തരം കിട്ടാതിരിക്കാൻ. നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ വല്ലാതെ ആസ്വദിക്കുന്നുണ്ട്. അള്ളാഹു നിങ്ങൾക്ക് തന്ന നിഅമത്തെ കുറിച്ച്
റഹ്മത്തുകളെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ നന്ദികേട് കാണിക്കുന്ന വർഗമല്ലേ, ആ നന്ദികേടിനുള്ള പ്രതിഫലമാണ് ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾ. അവസാനം പറഞ്ഞത്, നിങ്ങൾ നിങ്ങളിൽ നിന്ന് മരിച്ചവരെ മറവ് ചെയ്യാറുണ്ട്, പക്ഷേ അതിൽ നിന്നൊരു പാഠവും പഠിക്കുന്നില്ല. ഇന്നലെ പോലും നീ ഒരാളെ മറവ് ചെയ്തു, എന്നിട്ട് നീ പഠിക്കുന്നില്ലല്ലോ എന്നതാണ് പരിവേദനം. ഉത്തരം കിട്ടാതിരിക്കാൻ വേറെ എവിടെയും പരതേണ്ടതില്ല എന്ന് ഈ മഹാനവറുകൾ പറഞ്ഞ 10 കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളണം. പ്രവാചകൻ പറഞ്ഞ എന്തുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല എന്നതുകൂടെ പറയാം. പ്രവാചകൻ പറയാണ്, പിന്നെ ഒരാളെ കുറിച്ച് പ്രവാചകൻ അനുസ്മരിച്ചു. സഫർ, ദീർഘയാത്ര കഴിഞ്ഞു വരുന്നവനാണ്. അവന്റെ മുടി അങ്ങനെ ജടപടച്ച് കിടക്കുന്നുണ്ട്, കുളിക്കാതെ. പൊടി പിടിഞ്ഞു കിടക്കുന്നുണ്ട് ശരീരം മുഴുവൻ. തന്റെ ഇരുകരങ്ങളും ആകാശത്തേക്ക് അവൻ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു, യാ റബ്ബ് യാ റബ്ബ്, നാഥ എന്നെ അനുഗ്രഹിക്കണം എന്ന്. പക്ഷേ ഹറാം, അവന്റെ ഭക്ഷണം ഹറാമിലൂടെ സമ്പാദിച്ചത് ഭക്ഷണമാണ്. ഹറാം, അവന്റെ പാനീയം, കുടിക്കുന്ന പാനീയം അത് ഹറാമിലൂടെ നേടിയതാണ്. ഹറാം, അവൻ ധരിച്ചിരിക്കുന്നതും ഹറാമിലൂടെ സമ്പാദിച്ചതാണ്. ഹറാം, ഹറാമിൽ ഊട്ടപ്പെട്ട മനുഷ്യൻ പിന്നെ എങ്ങനെ അവനും ഉത്തരം കിട്ടും? അവിടെ നമ്മുടെ സമ്പാദ്യം ഹലാലല്ലാതെയാണെങ്കിൽ, ഭക്ഷണം ഹലാലല്ലാത്ത ഭക്ഷണം, ഹലാലല്ലാത്ത പാനീയം, ഹലാലല്ലാത്ത വസ്ത്രം, ഹലാലല്ലാത്ത വീട്, അങ്ങനെയുള്ള പലിശയിലൂടെ, ചൂതാട്ടത്തിലൂടെ ആളുകളെ പറ്റിച്ചും ചതിച്ചും വഞ്ചിച്ചും അഴിമതി കാണിച്ചും കൈക്കൂലി വാങ്ങിച്ചും നടന്ന വീടുകൾ, അങ്ങനെയുള്ള സമ്പാദ്യങ്ങൾ ഒരിക്കലും അവർക്ക് ഉത്തരം കിട്ടില്ല. ഞാൻ പറഞ്ഞതല്ല, നിങ്ങളുടെ പുണ്യപ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണത്. ഹറാമിലൂടെ സമ്പാദിച്ചാൽ, ഹറാമിലൂടെ ജീവിച്ചാൽ നെവർ എവർ ഉത്തരം കിട്ടില്ല, ഒരിക്കലും കിട്ടില്ല എന്ന്. പിന്നെ എങ്ങനെയാണോ തനിക്ക് ഉത്തരം കിട്ടും എന്നാണ് ഹറാമിലൂടെ ജീവിക്കുന്ന ആളുകളോട് പ്രവാചകന്റെ വാക്കുകൾ. എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് കൂടെ പറയാം. ജീവനാഡിയെ കുറിച്ചാണ് ഈ കാണിച്ചത്. ജീവന്റെ നാഡി ഇതിലാണ്, അറുത്താലാണ് പെട്ടെന്ന് ജീവൻ പോവുക. മൃഗങ്ങളെ കണ്ടില്ലേ, ആ കണ്ടനാടിയിൽ അടക്കണം. അതിനേക്കാൾ കൂടുതൽ അടുത്ത് നിൽക്കുന്നു അള്ളാഹു നിങ്ങളോടൊപ്പം. നിങ്ങൾ അള്ളാഹുവിനോടാണ് എവിടെയോ കിടക്കുന്ന ആകാശത്ത് ആരും കാണാതെ ഒളിഞ്ഞിരിക്കുന്ന ഒരുത്തനോടല്ല പ്രാർത്ഥിക്കുന്നത്, കണ്ടനാളിയേക്കാൾ അടുത്ത ഒരുത്തനോടാണ്. ഹൃദയമന്ത്രങ്ങളുടെ, നിങ്ങളുടെ നൊമ്പരങ്ങൾ പോലും, ഹൃദയ വികാരങ്ങൾ പോലും തിരിച്ചറിയുന്ന, മനസ്സിലെ ആഗ്രഹം പോലും തിരിച്ചറിയുന്നവനാണ് അവൻ. അവനോടാണ് നിങ്ങൾ തേടുന്നത് എന്ന്. അതുകൊണ്ട് വിനയാന്വിതരായി, അതുപോലെ തന്നെ പതിഞ്ഞ സ്വരത്തിൽ ഹൃദയവികാരത്തോടെ കരഞ്ഞ കലങ്ങിയ കണ്ണുമായി നിങ്ങൾ ചോദിക്കൂ, അവൻ തരും എന്നാണ് പറയുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കണം എന്നാണ്. നിങ്ങൾ ഒരിക്കൽ പ്രവാചകൻ സഹാബികളോട് ഒച്ചത്തിൽ അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ, നിങ്ങളൊരു പൊട്ടനോടൊന്നും അല്ലല്ലോ ചോദിക്കുന്നത്, മെല്ലെ പറഞ്ഞാൽ പോലെ. പൊട്ടനോട് വിളിച്ചു പറഞ്ഞ് മൈക്ക് കെട്ടിയിട്ട് അങ്ങനെ വിളിച്ചു പറയേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ ഹൃദയവികാരങ്ങൾ അറിയുന്ന, എൻ്റെ കണ്ടനാളിയേക്കാൾ അടുത്ത് നിൽക്കുന്ന, എൻ്റെ ജീവന്റെ ജീവൻ നൽകിയവൻ, അവൻ നിന്റെ ചോദ്യത്തിന്, ആഗ്രഹത്തിന് ഉത്തരം നൽകാൻ കഴിവുള്ളവനാണ് എന്ന ബോധ്യത്തോടുകൂടി അവനോട് വിനയാന്വിതനായി, നമ്രശിരസ്കനായി സുജൂദിൽ കിടന്ന് കണ്ണുനീർ പൊഴിച്ച് ഇരുകരങ്ങൾ ആകാശത്തേക്ക് ഉയർത്തി പതിഞ്ഞ സ്വരത്തിൽ ഇരുണ്ട രാത്രിയിൽ പാതിരാവിൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു നോക്കൂ, ഉത്തരം കിട്ടാതിരിക്കില്ല എന്നാണ് ഉത്തരം. പ്രാർത്ഥനയ്ക്ക് ചില മര്യാദകൾ കൂടിയുണ്ട്. അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുക. വേറൊരാളോടും ഷെയ്ഖിനോടും ബദരീങ്ങളോടും മുഹദീങ്ങളോടും പ്രവാചകനോടും പോലും പ്രാർത്ഥിക്കാതിരുന്നാൽ, അവനോട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചാലേ പ്രാർത്ഥന സ്വീകരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാകണം പ്രാർത്ഥന. ആത്മാർത്ഥതയോടെയും പ്രവാചക ചര്യ അനുസരിച്ച് പ്രാർത്ഥിക്കണം. ആത്മാർത്ഥത കിട്ടുമെന്ന ഉറപ്പോടുകൂടി. ഇതൊക്കെ വിശദീകരിക്കേണ്ടതാണ്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു. അത് പ്രാർത്ഥനയ്ക്ക് മുമ്പ് നേർക്ക് നേരെ അങ്ങോട്ട് ആവശ്യം പറയരുത്. ഹംദും സ്വലാത്തും ചൊല്ലിക്കൊണ്ട്, ഹംദും സ്വലാത്തും, നിങ്ങൾ സൂറത്തുൽ ഫാത്തിഹ എടുത്ത് നോക്കൂ. ആദ്യത്തെ 3 ആയത്തുകൾ അള്ളാഹുവിനെ സ്തുതിക്കുന്ന ആയത്തുകളാണ്, അള്ളാഹുവിന്റെ മദ്ഹ് പറയുന്ന ആയത്തുകളാണ്. ചോദിക്കുന്ന ചോദ്യത്തിന് മുമ്പ് അള്ളാഹുവിനെ സാറ്റിസ്ഫാക്ഷൻ നടത്താൻ വേണ്ടിയിട്ട്, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, അവന് സോപ്പിടാൻ വേണ്ടിയിട്ട്, അവനോട് അവന്റെ മദ്ഹ് പറഞ്ഞിട്ട് പിന്നെ ആവശ്യം പറയൂ. ആദ്യം തന്നെ പോയിട്ട് എനിക്ക് അത് വേണം ഇത് വേണമെന്ന് ഭർത്താവ് വരുമ്പോൾ പോയിട്ട് അങ്ങനെ ചെല്ലരുത്. ആദ്യം മൂപ്പരൊന്ന് സോപ്പിട്ട് തലോടി ഒന്ന് അങ്ങനെയൊക്കെ ചെയ്ത് മെല്ലെ ചോദിച്ചാൽ കിട്ടും. അള്ളാഹു അങ്ങനെയൊക്കെയാണ്. എങ്ങനെ? അവനെ പുകഴ്ത്തുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അത് പറഞ്ഞാൽ അല്ലാഹു പറയത്രേ, ഹമിദനി റബ്ബി, എൻ്റെ അടിമ എന്നെ പുകഴ്ത്തുന്നത് നോക്ക്, സ്തുതി പറയുന്നത് നോക്ക്. അർറഹ്മാനുർ റഹീം അസ്നാ അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ വാഴ്ത്തുന്നത് നോക്ക്.
മാലികി യൗമിദ്ദീൻ മജ്ജദനി അബ്ദി. എന്റെ അടിമ എന്നെ മഹത്വവൽക്കരിക്കുന്നു നോക്കൂ. ആദ്യത്തെ 3 ആയത്തുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ പ്രാർത്ഥന വെക്കുന്നതിന് മുമ്പ് അവന്റെ സ്തുതി കീർത്തനങ്ങളും അവനെ പുകഴ്ത്തിപ്പാടലുമാണ്. എന്നിട്ടോ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നാഥാ നിനക്ക് വേണ്ടി മാത്രം, നിന്നോട് മാത്രം. അത് അല്ലാഹ് പറയുമ്പോൾ അപ്പം പറയത്ര എന്ത്, ഹാദാ ബൈനി വ ബൈന അബ്ദി, അടിമയുടെയും ഉടമയുടെയും ഇടയിലുള്ള കരാറാണിത്. നിനക്ക് മാത്രം, നിന്നോട് മാത്രം എന്നത്, നിന്നോട് മാത്രം തേടുന്നു എന്നത്. ആ വാക്കുകൾ എനിക്കും അവനും ഇടയിലുള്ള കരാറാണ്. എന്നെ സ്തുതിച്ച് എന്നോടും അവനോടുമുള്ള കരാർ അവൻ പാലിച്ചാൽ അതിനുശേഷമുള്ളത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അത് കഴിഞ്ഞിട്ടാണ് ചോദ്യം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ ഋജുവായ സത്യസന്ധമായ നല്ല സുന്ദരമായ സ്വർഗത്തിലേക്കുള്ള വഴികൾ. അപ്പൊ പറയത്ര അല്ലാഹു ഹാദാ ലി അബ്ദി വലി അബ്ദി മാ സഅൽ, ഇത് അടിമക്കുള്ളതാണ്, ആ അടിമക്കുള്ളത് ഞാൻ നൽകിയിരിക്കും, അവന് ചോദിച്ചത് കിട്ടിയിരിക്കും. അതിനുശേഷമുള്ള ആയത്തുകളൊക്കെ ഇതിന്റെ പൂരകങ്ങളായി പറയുന്നതാണ്. വഴിതെറ്റാതെ ഋജുമാനുസരായ സത്യസന്ധരായ സാലിഹ്യങ്ങളായ സച്ചരിതരായ ആളുകളുടെ വഴിയെ പിഴച്ചവരായ കൊടും പാപികളായ ക്രൂരന്മാരായ ആളുകളുടെ മാർഗത്തിലല്ല എന്ന് പറയുന്നത്. അപ്പൊ അല്ലാഹ് പറയത്രേ, അതെ അപ്പറഞ്ഞത് സത്യമാണ്, അവന് ഇത് അവനുള്ളതാണ്, അവനുള്ളത് ഞാൻ നൽകും എന്ന്. പ്രാർത്ഥനക്ക് ഈ അർത്ഥത്തിലുള്ള ഹംദും സ്വലാത്തും അല്ലാഹുവിന്റെ ശുക്രൊക്കെ ചെയ്തുകൊണ്ട് ആരംഭിക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്യുക. ഉദുവോടെ ആകുന്നത് നല്ലതാണ്. പ്രാർത്ഥന ഉദുവോടെ ആകുന്നത് നല്ലതാണ്. ഖിബ്ലക്ക് നേരെ തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ശ്രേഷ്ഠകരമാണ്. പ്രാർത്ഥനാ വചനങ്ങൾ 3 തവണ ആവർത്തിക്കുന്നത് സുന്നത്താണ്. പ്രാർത്ഥിക്കുമ്പോൾ കൈകൾ ഉയർത്തുന്നതും ശബ്ദം താഴ്ത്തുന്നതും നല്ലതാണ്. അല്ലാഹുവിനോടാണ് ചൂടുന്നത് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട്. ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടെ പ്രാർത്ഥിക്കുക. ആവർത്തിച്ച് ചോദിക്കുക. ഹൃദയ സാന്നിധ്യത്തോടുകൂടിയാവുക. ഉത്തരം കിട്ടിയാൽ ധൃതി കാണിക്കാതിരിക്കുക. സൗഖ്യമുള്ള വേളയിലും പ്രാർത്ഥിക്കുക. നല്ലതിന് മാത്രമാവുക. ദുഃഖമുണ്ടാകുമ്പോഴും പ്രയാസമുണ്ടാകുമ്പോഴും മാത്രം അല്ലാഹുവിനെ ഓർത്താൽ പോരാ. സൗഖ്യവും സുഖവും സുന്ദരമായ ജീവിതമുണ്ടാകുമ്പോഴും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വന്തത്തിന് വേണ്ടി ആദ്യം പ്രാർത്ഥിച്ചു തുടങ്ങുക. ഇതൊക്കെ പ്രവാചകന്റെ വാക്കുകളിൽ നിന്ന് എടുത്തതാണ്. സ്വന്തത്തിനോ കുടുംബത്തിനോ എതിരെ പ്രാർത്ഥിക്കാതിരിക്കുക. നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക. മോശമായ കാര്യങ്ങൾക്ക് ഒരിക്കലും പ്രാർത്ഥിക്കാതിരിക്കുക. കുറ്റകരമായ കാര്യങ്ങൾക്കോ കുടുംബ വിച്ഛേദത്തിനോ പ്രാർത്ഥിക്കാതിരിക്കുക. കുറ്റമരായ കാര്യങ്ങൾക്കോ കുടുംബ വിച്ഛേദത്തിനോ പ്രാർത്ഥിക്കാതിരിക്കുക. ഭക്ഷണം, പാനീയം, സമ്പാദ്യം എല്ലാം ഹലാലായ മാർഗത്തിലൂടെ ആയിട്ട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ രൂപത്തിൽ ദിക്റിനും ദുആക്കും നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് സഹോദരങ്ങളെ. ദിക്റിനും ദുആക്കും നമ്മൾ കൊച്ചായി കാണാൻ പാടില്ലാത്തതാണ്. ഇത് ഹസൻ ബസ്രി റഹ്മഹുല്ലാ അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചു, എന്തേ നിങ്ങളുടെ ജീവിതം ഇത്ര സന്തോഷകരമായി, എന്തേ ഇത്ര സന്തോഷകരമായി സുന്ദരമായി പോകുന്നതെന്ന് ചോദിച്ചു. മൂപ്പര് പറഞ്ഞത്, അലിംതു അന്ന റിസ്ഖി ലാ യഖുദു ഗൈരി ഫത്മഅന്ന ഖൽബി, എനിക്കറിയാം എൻ്റെ നാഥനെ, എനിക്കറിയാം എൻ്റെ നാഥൻ എനിക്ക് നിശ്ചയിച്ച റിസ്ക് ഞാനല്ലാതെ മറ്റൊരാളും എടുക്കില്ലെന്ന് എനിക്ക് ദൃഢബോധ്യമുണ്ട്. എനിക്ക് കിട്ടേണ്ടത് എനിക്ക് തന്നെ കിട്ടുമെന്നും ഒരാളും തട്ടിയെടുക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ ഹൃദയം ശാന്തമാണ്. എനിക്ക് വരാനുള്ളത് വഴിയിൽ തങ്ങില്ല, മറ്റൊരാളും തട്ടിയെടുക്കാൻ കഴിയില്ല. എനിക്ക് നിശ്ചയിച്ചത് അത് 2 ചുണ്ടുകൾക്കിടയിലുള്ളതാണ്, അത് വിദൂരതയിൽ നിന്നുള്ളതാണെങ്കിൽ അതെനിക്ക് അടുപ്പിക്കും. എനിക്ക് കിട്ടാൻ വിധിച്ചതില്ലാത്തത് എൻ്റെ ചുണ്ടുകൾക്കിടയിൽ എത്തിയെങ്കിൽ പോലും അള്ളാഹു അത് തട്ടിമാറ്റിയിട്ട് എന്നെ അകറ്റി മാറ്റും. എനിക്ക് നിശ്ചയിച്ചത് എനിക്ക് തന്നെ എന്നുറപ്പെനിക്കുണ്ട്. അതുകൊണ്ട് ശാന്തമായ ഹൃദയത്തിൽ എനിക്ക് ജീവിക്കാൻ കഴിയുന്നു, ബേജാറില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഹസൻ ബസ്രിയുടെ ആദ്യത്തെ വാക്ക്. അദ്ദേഹം വീണ്ടും പറയുന്നു, അലിംതു അന്ന അമലി ലാ യഖൂമു ബിഹി ഗൈരി ഫസ്തഅമൽതു ബിഹി, എനിക്കറിയാം എൻ്റെ പണി ഞാൻ തന്നെ ചെയ്യണം, മറ്റൊരാളും ചെയ്യില്ലെന്നറിയാം. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ പണി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇസ്ലാമിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കാരണം ഞാൻ ചെയ്യേണ്ട പണി ഞാൻ തന്നെ ചെയ്യണം, വേറൊരാളും അത് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പറിയാം. പങ്കുകൊടുക്കണ്ട. എനിക്കറിയാം എൻ്റെ നാഥൻ എന്നെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് തിന്മകൾ ചെയ്യാൻ ഞാൻ മറച്ചു നിൽക്കുന്നു എന്ന്. തിന്മകൾ ചെയ്യാൻ എനിക്ക് ലജ്ജ തോന്നുന്നു, നാഥൻ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് എൻ്റെ ജീവിതം ശാന്തമാണതുകൊണ്ട്
പാപപങ്കിലമല്ലാത്ത ജീവിതം നയിക്കാൻ എനിക്കിതാണ് കാരണം. അലിംതു അന്നൽ മൗത യന്തദിറുനി, എനിക്കറിയാം എന്നെ മരണം കാത്തു നിൽക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് ഫഅഅദത്തു സാദ ലിലിഖാഇല്ലാ, എന്റെ സൃഷ്ടിനാഥനെ കണ്ടുമുട്ടാൻ ഞാനിതാ ഒരുങ്ങിക്കഴിഞ്ഞു. എനിക്ക് ശാന്തമായ മനസ്സോടുകൂടി ഉറങ്ങാൻ കഴിയും, ശാന്തമായി ജീവിക്കാൻ കഴിയും. കാരണം ഇതാണ് എന്ന് അദ്ദേഹം മഹാൻ പറഞ്ഞു അത്രേ. നമ്മുടെ ജീവിതം ശാന്തമാകണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളും ദിക്റുകളും ഒക്കെ ഔറാദുകളും ഒക്കെ നമുക്ക് പ്രാർത്ഥനയിലൂടെ ദിക്റിലൂടെ അവനിലേക്ക് അടുക്കാൻ കഴിയണം. അങ്ങനെ അടുക്കാൻ കഴിഞ്ഞ് അങ്ങനെ ജീവിക്കുമ്പോഴാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സമയം അല്പം അധികരിച്ചതിൽ ക്ഷമ ചോദിക്കുകയാണ്. 12:30 വരെ പോകാമെന്ന അനുവാദം തന്നിരുന്നു. ഈ പ്രാർത്ഥന കൂടെ നിങ്ങൾ ഒന്ന് എടുത്തു വെച്ചാൽ നന്നാകും. അഥവാ ഒരിക്കൽ ഈ പ്രാർത്ഥനയിൽ ഒരു ചരിത്രമുണ്ട്. ഇമാം മുഹമ്മദ് ബിൻ വാസിഅ എന്ന് പറഞ്ഞ ഒരാൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഇത് വല്ലാത്ത പവർഫുൾ പ്രാർത്ഥനയാണ് പിശാചിനെതിരെ. ഈ പിശാചിനെതിരെ അതിൻ്റെ അർത്ഥം കൂടെ കാണിക്കാം. ഇദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന, അതിൻ്റെ അർത്ഥം നോക്കിയേ. അള്ളാഹുവെ, ഞങ്ങളുടെ പോരായ്മകൾ നല്ലവണ്ണം അറിയുന്ന പിശാചിനെയാണല്ലോ നീ ഞങ്ങൾക്ക് മേൽ നിശ്ചയിച്ചത്. അല്ലാഹുമ്മ ഇന്നക സല്ലത്ത അലൈനാ അദുവൻ അലീമൻ ബിഉയൂബിനാ, ഞങ്ങളുടെ പോരായ്മകൾ നല്ലവണ്ണം അറിയുന്ന പിശാചിനെയാണല്ലോ നീ ഞങ്ങൾക്കെതിരെ നിശ്ചയിച്ചത്. യറാനാഹു വ ഖബീലഹു മിൻ ഹൈസു ലാ നറാഹും, ഞങ്ങൾക്ക് കാണാനാവാത്തത് കാണുന്നവനാണ് അവനും അവന്റെ കൂട്ടാളികളും. അല്ലാഹുമ്മ ആയിസ്ഹു മിന്നാ കമാ ആയസ്തഹു മിർ റഹ്മതിക്, നാഥ നിന്റെ കാരുണ്യത്തെ തൊട്ട് അവൻ നിരാശനായതുപോലെ ഞങ്ങളെ തൊട്ടും അവനെ നിരാശനാക്കണമേ. അല്ലാഹുമ്മ ആയിസ്ഹു മിന്നാ, അല്ലാഹുവേ ഞങ്ങളെ തൊട്ട് അവനെ നിരാശനാക്കണമേ. കമാ ആയസ്തഹു മിർ റഹ്മതിക്, നിന്റെ കരുണ ഒരിക്കലും അവന് കിട്ടില്ല എന്ന നിരാശ അവനുള്ളതുപോലെ ഞങ്ങളെ സ്വാധീനിക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾ അവനെ തൊട്ട് ഞങ്ങളെ തൊട്ട് അവനും നിരാശ കൊടുക്കണമേ. വഖന്നിത്ഹു മിന്നാ കമാ ഖന്നത്തഹു മിൻ അഫ്വിക്, നാഥ അവൻ നിന്റെ വിട്ടുവീഴ്ചയെ കുറിച്ച് അവന്റെ പ്രതീക്ഷ നശിച്ചതുപോലെ ഞങ്ങളിലും അവന്റെ പ്രതീക്ഷ നശിപ്പിക്കണമേ. ഞങ്ങളെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് അവന്റെ പ്രതീക്ഷ നശിപ്പിക്കണം. നിന്റെ പ്രതീക്ഷ, നിന്റെ കാരുണ്യത്തെക്കുറിച്ച്, നിന്റെ വിട്ടുവീഴ്ചയെക്കുറിച്ച് പ്രതീക്ഷ നഷ്ടപ്പെട്ടതുപോലെ അവനെയും ഞങ്ങളെയും നീ അകറ്റണമേ നാഥ. കമാ ബഅഅത ബൈനഹു ബൈന ജന്നതിക വറഹ്മതിക്, നിന്റെ കാരുണ്യത്തിൽ നിന്നും സ്വർഗത്തിൽ നിന്നും അവനെ നീ അകറ്റിയതുപോലെ ഞങ്ങളെയും അവനെയും പരസ്പരം അകറ്റണമേ എന്ന് ഇദ്ദേഹം ഇടക്കിടക്ക് മുഹമ്മദ് ബിൻ വാസി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഈ പ്രാർത്ഥന പിശാചിന് വല്ലാതെ ഈ പ്രാർത്ഥനയിൽ നൊമ്പരമായി. വല്ലാത്ത പ്രാർത്ഥനയാണല്ലോ പിശാചിനെതിരെ. മൂപ്പര് പറഞ്ഞു, പിശാചിന് ഇയാളെടുത്ത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. പിശാചി ഇദ്ദേഹത്തോട് പറഞ്ഞു അത്രേ, മനസ്സിൽ വസ്വാസ് കൊടുത്തിട്ടാണോ എന്നറിയില്ല, നീ ഈ പ്രാർത്ഥന നിർത്തിയാൽ ജീവിതത്തിൽ ഒരിക്കലും നിന്നെ ഞാൻ വന്ന് ശല്യം ചെയ്യില്ല. ഈ പ്രാർത്ഥന നിർത്തിയാൽ ജീവിതത്തിൽ ഒരിക്കലും നിന്നെ വന്ന് ഞാൻ ശല്യം ചെയ്യില്ല എന്ന് പിശാച് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു അത്രേ, നീ എന്തു വേണമെങ്കിലും ചെയ്തോ, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ആ പിശാച് അപ്പോഴും നിരാശനായി. ഇത് കേട്ട പിശാച് പറഞ്ഞു, താങ്കളുടെ ഈ പ്രാർത്ഥന ഒഴിവാക്കിയാൽ ഞാൻ താങ്കൾ ഒരിക്കലും ഉദ്ധരിക്കില്ല. ഇമാമിന്റെ മറുപടി, ഇല്ല, ഞാൻ ആ പ്രാർത്ഥന ഒരിക്കലും ഒഴിവാക്കില്ല, നീ എന്നെ എന്തു വേണമെങ്കിലും ചെയ്തോളൂ എന്ന്. പിശാചിൽ നിന്ന് രക്ഷ നേടാനുള്ള പ്രാർത്ഥനകൾ, അള്ളാഹുവിന്റെ സുഹൃത്ത് നേടാനുള്ള ദിക്റുകൾ, ദുആകൾ, ഇതായിരിക്കട്ടെ നമ്മുടെ ജീവിതം മുഴുവൻ. ആ ദിക്റിലൂടെ എപ്പോഴൊക്കെ ഒഴിവ് കിട്ടുമ്പോൾ, എപ്പോഴൊക്കെ സന്ദർഭങ്ങളിൽ, എപ്പോഴൊക്കെ നമുക്ക് പറ്റുമോ, കിടക്കുന്നതിന് മുമ്പും ശേഷവും, ഉറക്കെഴുന്നേൽക്കുമ്പോഴും എഴുന്നേൽക്കുന്നതിന് മുമ്പുമൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രാർത്ഥനയും ദിക്റും ദുആകളും ഒക്കെ ഖുർആനിൽ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. ഖുർആനിലെ പ്രാർത്ഥനകളാണ് അതൊക്കെ. ഒരുപാട് സന്ദർഭങ്ങളിൽ പ്രാർത്ഥനകളുണ്ട്. ഇതൊക്കെ നെറ്റിൽ അടിച്ചാൽ പരതാൻ കിട്ടുന്ന ഒന്നാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. اللهم اجعل خير أمور
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെപ്പോലെയുള്ള ആളുകൾക്കും ഈമാനും തഖ്വയും അതുപോലെ തന്നെ ദീർഘായുസ്സും ആരോഗ്യവും ഒക്കെ ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം. ഒരു വസിയത്ത് കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും അകറ്റി തിരുമാറാവട്ടെ. നമ്മുടെ എല്ലാ ഹാജത്തുകളും അല്ലാഹു നിർവഹിച്ച് തിരുമാറാവട്ടെ. നമ്മൾ അല്ലാഹുവിന് നല്ല അടിയാറുകളായി ജീവിക്കാൻ അവനെ തുണക്കുമാറാവട്ടെ. അവൻ്റെ ഈമാനനുസരിച്ച് ഇസ്ലാമോടുകൂടി ജീവിക്കാനും ഈമാനോടുകൂടി തഖ്വയോടുകൂടി മരിക്കാനും അല്ലാഹുവിനെ തുണക്കുമാറാവട്ടെ. നമ്മളിത് മരിച്ചുപോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച പ്രയാസങ്ങൾ നന്മകളായി അവൻ പരിവർത്തിപ്പിച്ച് തരുമാറാവട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ സ്വർഗത്തിൽ നന്മകളായി തുലാസിൽ കനം തൂങ്ങുന്ന കർമ്മങ്ങളായി അല്ലാഹു നമുക്ക് പകരം നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു നല്ല വഴിയിൽ നയിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്ന ആളുകൾക്ക് അല്ലാഹു സദ്പാതാവ് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് അവർക്ക് ഖബറിൽ വെളിച്ചം നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ ബർസഖി ജീവിതം സുന്ദരമാക്കുമാറാവട്ടെ. നാളെ പരലോകത്ത് നമുക്കും അവർക്കുമൊക്കെ അവൻ്റെ മഹതായ ഫദ്ൽ കൊണ്ട് സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടാൻ തുണക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് റബ്ബനാ ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.